IFPHന്റെ 1592 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ TN ശ്രീധരക്കുറുപ്പ് സാറാണ്. സാറ് റിട്ടയർഡ് അസിസ്റ്റന്റ് ഡയറക്ടർ, സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഹോമിയോപ്പതി, കോട്ടയം. 45 വർഷത്തെ ചികിത്സാനുഭവങ്ങളുള്ള സാറ് ഇതിനോടകം വളരെ വിദഗ്ധമായ അനേകം ക്ലാസ്സുകൾ നമുക്ക് തന്നു കഴിഞ്ഞു. ഇന്ന് ശ്രീധരക്കുറുപ്പ് ഡോക്ടറോടൊപ്പം എന്ന വിഷയത്തില് സാറുമായിട്ട് 1 മണിക്കൂർ കഴിയുന്നതിന് ഡോക്ടർ TN ശ്രീധരക്കുറുപ്പ് സാറിനെ ആദരപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സാറിന് ആരംഭിക്കാം. സാറ് അൺമ്യൂട്ട് ചെയ്തില്ല. സാറേ, അത് ചെയ്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് സംസാരിക്കാനായിരിക്കും. ഓക്കെ. സ്ക്രീൻ കാണുന്നുണ്ടോ? കാണുന്നുണ്ട് സാറേ. കാണുന്നുണ്ട്. എനിക്ക് കാണാൻ പറ്റാതാ കുഴപ്പം. അറിയാം ഡോക്ടർ, ഒന്നിടയ്ക്ക് വായിച്ചു കൊടുക്കുക ഹെഡിങ്. അപ്പൊ സാറ് അതനുസരിച്ച് പറഞ്ഞോളൂ. ഒരു കാര്യം ചെയ്യേ. ഇൻട്രൊഡക്ഷൻ ഇൻട്രഡക്ഷൻ ഇത് എനിക്കെപ്പോഴും ഈ സൗകര്യം തരുന്ന ഇതിൻ്റെ ഓർഗനൈസേഴ്സിനും, പ്രത്യേകിച്ച് IFPH, അതിൽ പ്രത്യേകിച്ച് നമ്മുടെ ഡോക്ടർ ധനേഷിനോടും എല്ലാവരോടും, അതുപോലെ എൻ്റെ എല്ലാ ഗുരുനാഥന്മാർക്കും, അതുപോലെ പ്രത്യേകിച്ച് സാമുൽക്കന്മാരും എൻ്റെ പതാരങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് തുടങ്ങട്ടെ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ്, ടെമ്പറാമെൻറ്റിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് സമയം തീർന്നുപോയി. അതിൻ്റെ ബാക്കി പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ എന്തെങ്കിലും ആനുകാലിക പ്രശസ്തമായിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. എല്ലാവരും കാര്യമായിട്ട് അതിൻ്റെ അകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. നമ്മൾ ഈ ക്ലാസ് എടുക്കുക മാത്രമല്ല, അതിൽ നിന്ന് കുറച്ച് പഠിക്കുകയും കൂടെ ചെയ്യാം. എനിക്കെല്ലാം അറിയാവുന്ന ഞാൻ പറയുന്നില്ല, പക്ഷേ നമുക്ക് പലർക്കും പലതും അറിയാം. അവരിൽ നിന്ന് പലതും നമുക്ക് പഠിക്കാൻ പറ്റും. ഇതൊക്കെയാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. ഏതായാലും ഒന്ന് വായിക്കാമെങ്കിൽ ഒന്ന് വായിക്കുമോ? Strengths of a phlegmatic. The phlegmatic emotions. അതില് നമ്മൾ രണ്ട് വായിച്ചു. Low key personality, easy going and relaxed, calm, cool and collected, patient, well balanced, conscious life, ഏതാ എവിടെ വായിക്കുന്നത്? quiet. വർക്കാണോ? എന്തോ ഏത് ഭാഗം വായിക്കുന്ന? പേരന്റ് ആണോ, വർക്കാണോ? emotion. Low personality, easy going and relaxed, calm, cool and collected, patient, well balanced, consistent life, quiet but witty, sympathetic and kind, keeps emotions hidden, happily reconciled to life, all-purpose person. അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തതാണ്. അടുത്ത സ്ലൈഡിലോട്ട് പോകരുത്. കഴിഞ്ഞ പ്രാവശ്യം ഇത് പറഞ്ഞതാ, ഈ ഭാഗം പറഞ്ഞതാ. അത് പിന്നെ അവിടെ നിന്ന് അങ്ങ് തുടങ്ങിയേക്കാമെന്ന് വിചാരിച്ച. പേരന്റ് തൊട്ടാണ് അടുത്തത്. ഓക്കെ, വായിക്കുവോ? സ്ലൈഡ് മാറിയില്ല സാറേ. എനിക്കിത് കാണത്തില്ല, എനിക്കിതിൻ്റെ അകത്ത് കാണത്തില്ല. അതാണ് ഞാൻ വിചാരിച്ച. ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ. ആകുമ്പം പറയണേ.
എമോഷൻസ്, പിന്നെ ഇപ്പം കാണാം എനിക്ക് വന്നു. അത് ഞാൻ ക്ലിക്ക് ചെയ്തത് ശരിയായില്ല, ഡബിൾ ക്ലിക്ക് ചെയ്യണമായിരുന്നു. ഇപ്പം പേരൻ്റായി. ആണോ? എന്നാ വായിച്ചോളൂ. ആസ് എ പേരന്റ്, lacks on discipline, doesn't organize home, takes life too easy. 3 പോയിന്റേ ഉള്ളൂ സാർ. ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ ഒരു ഫോൺ വന്ന് ഞാനൊന്ന് ഓഫ് ചെയ്യട്ടെ. ദി പ്ലഗ്മാറ്റിക് ആസ് എ പാരന്റ് ലാക്സ് ഓൺ ഡിസിപ്ലിൻ. അവർക്ക് ഒരു തരത്തിലുള്ള ഡിസിപ്ലിൻ കാണുകയില്ല, എല്ലാം വലിച്ചു വാരിയിടും. ഒന്നും വീട്ടുകാരുമായിട്ട് എന്നും ശല്യമായിരിക്കും. വൈഫ് വന്നിട്ട് പറയും, അല്ലെ ഹസ്ബൻഡ് വന്നിട്ട് വൈഫിനോട് പറയും, ഒന്നും ശരിയാകത്തില്ല, അത് അവിടെ കിടക്കും ഇവിടെ കിടക്കും, ചെരുപ്പൊരു സ്ഥലത്ത് കിടക്കും, അതുപോലെ തന്നെ കുളിച്ചാൽ തോർത്ത് ആ കുളിച്ചിടത്ത് തന്നെ ഇട്ടേക്കും, അതൊന്നും പിഴിഞ്ഞിടുക അങ്ങനെയുള്ളതൊന്നും ചെയ്യുക. അതാണ് ഒരു തരത്തിലുള്ള ഡിസിപ്ലിനും കാണുകയില്ല. 2, ഡസിൻറ്റ് ഓർഗനൈസ് ഹോം. ഒരു തരത്തിലുള്ള ഇതും കാണുകയില്ല, ഭയങ്കര പ്രശ്നമായിരിക്കും. വീട്ടിൽ എന്നും വഴക്കായിരിക്കും. കാരണം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ഒരു തരത്തിലും, എൻ്റെ ഹസ്ബൻഡാണ് വൈഫാണെങ്കിലും ഒരാൾ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും, മറ്റേ ആൾ അങ്ങനെയാണല്ലോ, നമ്മുടെ വീടുകളിലെല്ലാം അങ്ങനെയാണല്ലോ. അത് വളരെ പ്രശ്നമാണ്. അത് ഒരിടത്ത് കിടക്കും, തോർത്തൊരിടത്ത് കിടക്കും, ചെരുപ്പൊരിടത്ത് കാണും, പോകാൻ നേരത്ത് കിടന്ന് തപ്പും, എവിടാണെന്ന് അറിയത്തില്ല. കാരണം താക്കോല് തന്നെയാണെങ്കിലും ഒരു സ്ഥലത്ത് വെക്കില്ല, വെച്ചിടാൻ മറന്നു പോകും, പിന്നെയും അത് കിടന്ന് തപ്പും. ഇതൊക്കെയാണ് ഈ പേരൻ്റായിട്ടുള്ള എല്ലാം വളരെ ഈസിയാണ്. എല്ലാം ശരിയായിക്കോളൂ എന്നേ. അത് നമ്മൾ ശ്രദ്ധിച്ചാലും കൊള്ളാം, ശ്രദ്ധിച്ചില്ലെങ്കിലും എല്ലാം ശരിയാകുമെന്നുള്ള തോന്നൽ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ കഴിഞ്ഞ പ്രാവശ്യത്തെ കൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്ന് പറയാനോ എന്തെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും? സ്പീഡ് കൂടുതലാണോ? അല്ല, മനസ്സിലാകുന്നുണ്ട് സാർ. ഉണ്ടോ? പിന്നെ അടുത്ത് വായിച്ചോളൂ. The phlegmatic at work, not goal oriented, lacks self motivation, hard to get moving, reasons being pushed, lazy and careless, discourages others, would rather watch. നോൺ ഗോൾ ഓറിയന്റഡ്. ഒരു തരത്തിലുള്ള ഗോളിനെ കുറിച്ചും ഒരു ഇതിനെക്കുറിച്ചും ഇതില്ല, അങ്ങ് പോകും, ഒരു പോക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടുക്കും ചിട്ടയൊന്നും ഇല്ലാത്ത ജീവിതം പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ലക്ഷ്യബോധമൊന്നുമില്ല, ചുമ്മാ അങ്ങ് പോവാ, വന്നാ വന്ന് പോയാൽ പോയി, ആ തരത്തിലുള്ള ജീവിതം. ലാക്ക് സെൽഫ് മോട്ടിവേഷൻ. അവനെ കുറിച്ച് തന്നെ ഒരു അഭിപ്രായമൊന്നുമില്ല. പുള്ളിക്ക് ആകപ്പാടെ ഒരു നടക്കുന്ന കൂട്ട് നടക്കട്ടെ, പോകുന്ന കൂട്ട് പോട്ടെ. നമ്മൾ ഈ ഇതിൻ്റെ അകത്ത് ലൂക്ക് ഓഫ് ഫ്ലഗ്മാറ്റിക് എന്ന് പറയുന്നത് നമ്മുടെ കാർക്കേറിയക്കാർക്കൊക്കെ ആ തരത്തിൽ വരുന്ന, ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന ഒരു പതിയെയുള്ള പോക്കായല്ല. ഓരോരുത്തന്ന് എഴുന്നേറ്റ് ഒരു കാര്യം ചെയ്യാൻ വരണമെങ്കിൽ തന്നെ വളരെ താമസമാണ്. ലാക്ക് ഓഫ് സെൽഫ് മോട്ടിവേഷൻ അങ്ങനെ ഇല്ല. സ്വന്തമായിട്ടൊരു തീരുമാനം എനിക്ക് നന്നാകണമെന്നുള്ള ചിന്തകളെ ഇല്ല. പിന്നെ ഹാർഡ് ടു ഗെറ്റ് മൂവിങ്, പതിയാണ്. നമ്മുടെ കാർക്കറിയക്കാർ പിന്നെ കണ്ടു കാണുമോ എല്ലാവരും, നടക്കുമ്പം ഒരു ആന നടത്തം, പതിയെ നടക്കാൻ പറ്റുള്ളൂ. ഒരു ഓടി ഒരു സാധനം എടുക്കുന്നു, അവരുടെ കുഴപ്പമല്ല, അവരുടെ ഫിസിക്കൽ, മെൻ്റൽ, എമോഷണൽ അല്ലെ ടെമ്പറാമെൻറ്റിലുള്ള ചേഞ്ചസ് കൊണ്ടാണ്, അവർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. റെസ്റ്റ് ബീങ് പുഷ്ഡ്. ആരെങ്കിലും പറയണം, ഒരു പ്രാവശ്യം പറഞ്ഞാൽ പോരാ, 10 പ്രാവശ്യം പറഞ്ഞാലും ഒരുമാതിരി കരിങ്കല്ലിന് കാറ്റ് പിടിച്ച മാതിരി ഇരിക്കും. എത്ര പറഞ്ഞു കഴിഞ്ഞാലും പറയും, അവിടെ തന്നെ ഇരിക്കും, പിന്നെ ആട്ടെ, നാളെ ആട്ടെ, പിന്നെ നാളെ പറയും, നാളെ ആട്ടെ, നാളെ കഴിഞ്ഞാട്ടെ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഹാർഡ് ടു ഗെറ്റ് മൂവിങ്, റിസൻസ് ബീങ് പുഷ്ഡ്. ഇനി ഉന്തിത്തള്ളി വിട്ടാൽ തന്നെ പോകാൻ മടിയ. ചിലപ്പോൾ എന്നേലും കാരണം പറഞ്ഞിട്ട് തിരിച്ചു വരും. അത് എന്നേലും ഒരു നൂലാമാല കണ്ടുപിടിക്കും, എന്നിട്ട് പറയും ഒരു മുടന്തന്യായം അതിൻ്റെ അകത്ത് കാണും,
എന്നിട്ട് പറയും അത് ശരിയായില്ല, അത് ശരിയാകത്തില്ല, ഇനി ശരിയാക്കിയിട്ട് നാളെ ആകാം. എൻ്റെ കൂട്ടത്തിൽ ഒരു ജോലിക്കാരനുണ്ടായിരുന്നു. അയാൾ എന്നും ഒരു ആന്ധ്രയിൽ നിന്നുള്ള ഒരു ബ്രാഹ്മണനായിരുന്നു. എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞു, സാറേ ഇന്ന് പോകണ്ട, ഇന്നത്തെ നാടും സമയമൊന്നും ശരിയല്ല, ഇന്ന് പോയാൽ അത് ശരിയാക്കി, നമുക്ക് നാളെ പോകാം. കാരണം അയാളുടെ എൻ്റെ ഇതിൻ്റെ ഫയലെല്ലാം ഇരിക്കുന്നത്, കേസിൻ്റെ കോടതിയുടെ സമയത്തിന് കോടതി ചെല്ലാതെ പറ്റൂ. അയാൾ എപ്പോഴും എന്തെങ്കിലും ഒരു മുടന്തിന്യായം പറയും. ഭയങ്കര ലേസിയാണ്, ഒന്നും ശരിയായിട്ട് സൂക്ഷിക്കത്തില്ല. അയാളൊക്കെയാണ് അവിടെ ഇവിടെയൊക്കെ പല സ്ഥലത്തായിരിക്കും, വാന്നേരത്താണ് തപ്പുന്നത്. പിന്നെ നമ്മളിവിടെ കൂടി തപ്പിയെടുത്തെങ്കിലേ നടക്കുകയുള്ളൂ. ഭയങ്കര ലേസി ഉള്ള ആൾക്കാർ അങ്ങനെയുള്ളവരാണ്. ഡിസ്കറേജ് അതേഴ്സ്, അവർ തന്നെയല്ല വേറുള്ളവരെ കൂടെ അവർ പിൻവലിപ്പിച്ച് കളയും. അത് മാത്രമല്ല, അവർക്ക് വേറുള്ളവർ അവർ ചെയ്യുകയില്ല. പട്ടിയുടെ കാര്യം പറഞ്ഞോട്ടെ, പട്ടി തിന്നുകയില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കുകയില്ലാത്ത ചിലരൊക്കെ ഉണ്ട്. അവരൊന്നും ചെയ്യില്ല, വേറെ ആളെ ചെയ്യുന്നത് കണ്ടാൽ തന്നെ അതിനെ തന്നെ തടസ്സപ്പെടുത്തുക. അവർ പറയും, ഒന്നും ശരിയാക്കി തന്നെ, ഒന്നും വേണ്ടെന്നേ, എന്തിനാ? ഇനി അവർക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ അവർ വേറുള്ളവരോട് പറയും, ഇന്നോട്ട് പറഞ്ഞു, അതുകൊണ്ട് അത് ചെയ്യാതിരുന്നാൽ അതാ നല്ലതെന്ന് പറയും. നമ്മളെ തടസ്സപ്പെടുത്തും. ഏതെങ്കിലും ഒരു മുടന്തന്യായം പറഞ്ഞ് തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കും. വോട്ട് റാദർ, എന്നിട്ട് എന്നാ നടക്കുന്നതെന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും, ഒന്നും ചെയ്യത്തില്ല. വേറുള്ളവരെന്നാ, ചില ആൾക്കാരുണ്ട് വീട്ടിൽ ഗമേടിച്ചിരിക്കും, വേറുള്ളവർ ചെയ്യുന്നതിനെ എല്ലാം ഓരോ തരത്തിൽ ക്രിട്ടിസൈസ് ചെയ്തിരിക്കും. ഇപ്പം തന്നെ ഈ ക്ലാസ് നടക്കുകയാണെങ്കിൽ പറയും, അതോ ധനേശിന് വേറെ പണിയൊന്നുമില്ല, ഇത് ദിവസവും ഇങ്ങനെ തന്നെ ഇരിക്കുവാണ്, രാത്രിയും പകലും ഇല്ലാതെ ഇങ്ങനെ ഒരു പണിയില്ലേ, ഇതൊക്കെ വേറൊരു പണിയില്ലേ എന്ന് തോന്നും. ചിലരുണ്ട് ദിവസവും ക്ലാസ്സിന് ഇവിടെ വന്ന് കേൾക്കാനിരിക്കുന്നവർ, ഇവർക്കൊന്നും ഒരു പണിയില്ലാഞ്ഞിട്ട് ഇവിടെ വരുന്നതാണെന്ന് അവർ പറയും. എനിക്കങ്ങനെയില്ല, ഞാൻ വളരെ ബിസിയാണ്, ചെയ്യിക്കുകയില്ല. ഇതാണ് അവരുടെ മെന്റാലിറ്റി. മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട് സാറേ. പിന്നെ ഫ്രണ്ട് ഡാംനസ് അല്ല, ഡാംബൻസ് enthusiasm stays uninvolved, is not exciting, indifferent to plans, judges others, sarcastic and teasing, resists change. അവര് ഒരു enthusiasm കാണുകയില്ല, ഒന്നിനെ കുറിച്ച് ഒരു ആകാംക്ഷയൊന്നുമില്ല. ഇത് പറയുന്ന ഇതിൻ്റെ അകത്ത് പറയുമ്പം ഒരുപാട് കാര്യങ്ങൾ ഡബിളിങ്ങും ത്രിബിളിങ്ങും ഒക്കെ വരും. അതായത് നമ്മൾ ചിലതിനെക്കുറിച്ച് പറയുമ്പം വേഗം എന്നുള്ളതിന് ഇട്ടോ ഇടിനോ പൊത്തോ പൊതിനോ എന്നൊക്കെ പറയാൻ പല അഡ്ജക്റ്റീവ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതിൽ പറഞ്ഞു വരുമ്പോൾ എല്ലാം പലതിൻ്റെ മീനിങ് ഒക്കെ ഏകദേശം ഒരുപോലെ വരും. അതുകൊണ്ട് നമുക്ക് സംശയം തോന്നും, ഈ പറഞ്ഞു തന്നെയല്ലേ വീണ്ടും പറഞ്ഞെന്നുള്ളൊരു സംശയം തോന്നാം. ഒരു തരത്തിലുള്ള ആകാംക്ഷകളും ഇല്ല, ചുമ്മാ ഇങ്ങനെ അങ്ങ് പോവാ. സ്റ്റേസ് അൺഇൻവോൾവ്, ഒരു കാര്യത്തിലും ഇൻവോൾവ് ആകത്തില്ല. വീട്ടിൽ ഇരുന്നിട്ട് പറയും, അവൻ അത് ചെയ്തത് ശരിയായില്ല കേട്ടോ, അവന് വേറെ പണിയൊന്നുമില്ല. അതായത് ചില സൊസൈറ്റിയിലൊക്കെ നമ്മൾ ചെല്ലുമ്പം കാണാം, ക്രിട്ടിസൈസ് ചെയ്യണം, വീട്ടിലിരുന്ന് ഇത് പറയും, കാര്യങ്ങൾ പറയും, പക്ഷേ ചെയ്യത്തില്ല. ചെയ്യുന്നവരെ മുഴുവൻ അവർ എന്തെങ്കിലും ഒരു മൈനസ് പോയിന്റ് കണ്ടുപിടിച്ചിട്ട് അത് ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കും. ചെയ്യുന്നതിന് ആൾക്കാരെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കും. ചിലരുടെ പണിയാണ്, വേറൊന്നും ചെയ്യില്ല, അവനവൻ ചെയ്യില്ല, വേറുള്ളവരെ കൊണ്ട് ചെയ്യിക്കാനോട്ട് സമ്മതിക്കുകയില്ല. എന്നിട്ട് അവർ ചെയ്യുന്നതിൻ്റെ അകത്തെ മൈനസ് പോയിന്റ് എല്ലാം ന്യൂനതകൾ കണ്ടുപിടിച്ചിട്ട് അവരെ ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ അകത്ത് ഭാഗഭാക്കാകുകയില്ല. അതാ പറഞ്ഞേ, വീട്ടിനകത്തിരിക്കും, കസേരയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അവൻ എന്നാ ചെയ്യുന്നതെന്ന്. ഇപ്പം ചിലപ്പോൾ ചില കമ്മിറ്റികളായിരിക്കാം, രാഷ്ട്രീയമായിരിക്കാം, അല്ലെങ്കിൽ മതപരമായിട്ടുള്ളതായിരിക്കാം, അതിനൊന്നും ഇൻവോൾവ് ചെയ്യത്തില്ല. അവിടെ ഇരുന്നിട്ട് പറയും, അവനൊന്നും വേറെ പണിയൊന്നുമില്ല, എനിക്ക് വേറെ ഒത്തിരി പണിയുണ്ട്, എന്നാൽ ഒരു പണിയില്ല. അതായത് എനിക്കറിയാം, ഞാനൊരിക്കൽ ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻ്റായിട്ടിരുന്നപ്പം എന്ന് ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് വേഗം ചോറുണ്ടിട്ട് ഞാനവിടെ ചെല്ലും. എന്ന് കഴിയുമ്പോൾ അവിടെ ആരും വന്നിട്ടില്ല ഓഫീസിൽ. ഞാൻ ഓഫീസ് തുറന്ന് ഒരു ചെറിയ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് നോക്കുമ്പോൾ ആരും വന്നിട്ടില്ല. 2:30 ആയി. പിന്നെ ഞാൻ പതിയെ കാറും എടുത്തിട്ട് അവൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവൻ പതിയെ കിടന്ന് ഉറക്കമാണ്, ടി വി ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ റിലാക്സ് ചെയ്യുക. സെക്രട്ടറി ആണെന്ന് വിചാരിച്ചു, ഞാൻ പ്രസിഡൻറ്റുമാണ്. പുള്ളിയോട് ചോദിക്കുമ്പോൾ അങ്ങ് ഉറങ്ങിപ്പോയി കേട്ടോ, സോറി. പിന്നെ അവനെയും കൂട്ടി അടുത്ത ട്രഷറാറുടെ വീട്ടിൽ ചെല്ലുമ്പോൾ അവനും ഇതേ സ്ഥിതി തന്നെയാണ്. ഇങ്ങനെ എല്ലാവരും കൂട്ടി മീറ്റിംഗ് തുടങ്ങുന്നത് 2 മണിക്ക് തുടങ്ങേണ്ട മീറ്റിംഗ് 4-5 മണിയാവും.
പിന്നെ പിരിയുമ്പോൾ 8-9 മണിയാവും. ഇതൊക്കെയാണ് ഇവരുടെ ഈ ഇങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡുള്ളവരുടെ പ്രയോജനം. ഒന്നിനും ഒരു ആരംഭശൂരത്വമൊന്നുമില്ല, ഒന്നിനും ഇടപെടത്തില്ല. ഈസ് നോട്ട് എക്സൈറ്റിംഗ്. ചിലർക്കുണ്ട് ചില കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഞാനിത് ചെയ്തു, ഇത് ചെയ്യുന്നതിനുള്ള ഒരു സന്തോഷം. നമ്മളിത് അറ്റൻഡ് ചെയ്തു അല്ലെങ്കിൽ ഒരു ക്ലാസ് എടുത്തു കഴിയുമ്പോൾ നമുക്കൊരു സംതൃപ്തിയുണ്ട്. അവർക്കൊന്നും ചെയ്യാതിരിക്കുമ്പോഴാണ് അതിൻ്റെ അകത്ത് സംതൃപ്തി കൂടുതൽ. ജഡ്ലെസ് അതേഴ്സ് ഞാൻ മുമ്പേ പറഞ്ഞു, വേറുള്ളവരെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്, ഇതിൻ്റെ എല്ലാം മീനിങ് ഏകദേശം ഒരുപോലെ വരും എന്ന്. അതുപോലെ തന്നെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഓരോ കാര്യങ്ങൾ അവർ പറഞ്ഞ് പ്രചരിപ്പിക്കുകയും അതുപോലെ അവരെ കളിയാക്കിക്കൊണ്ടിരിക്കും. ചിലരുടെ പരിപാടിയാണ് അവനൊന്നും ചെയ്യല്ല, എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോഴാ ഒരു കേമൻ അവൻ എന്തെല്ലാം കാണിച്ചു കൂട്ടുന്നത് പേര് കിട്ടാൻ വേണ്ടിയാ, വേറെ ഒന്നിനും പേരെടുക്കാൻ വേണ്ടി മാത്രമാണ് അവനതൊക്കെ ചെയ്യുന്നത്. ഞാൻ ഒരിക്കൽ ഒരു അസോസിയേഷന് എൻ്റെ ഒരു പിന്നെ അലൂമിനി അസോസിയേഷൻ, ഞാൻ പഠിച്ച ഒരു കോളേജിലെ അലൂമിനി അസോസിയേഷൻ പഠിച്ചു. അവനിപ്പം റിട്ടയർഡൊക്കെ ആയി, വേറെ പണിയൊന്നുമില്ല, എങ്ങനെയും ഒന്ന് ഷൈൻ ചെയ്യണ്ടേ, അതിനുള്ള ഒരു പരിപാടി. നിങ്ങളാരും പുള്ളി തന്നെ വരാതിരിക്കല്ല, വേറുള്ളവരെ കൂടെ തടസ്സപ്പെടുത്തും. ഇതിൽ അങ്ങനെ ആരെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, ഞാൻ ആരെയും ഉദ്ദേശിച്ച് പറയുന്നതല്ല, ജനറലായിട്ട് ഇതിൻ്റെ അകത്ത് വരുന്ന കാര്യം എന്ന് പറഞ്ഞതേ ഉള്ളൂ. ചില പേഴ്സണൽ എക്സ്പീരിയൻസ് കൂട്ടുന്നതേ ഉള്ളൂ. ചിലർ വിചാരിക്കും ഇതിൻ്റെ കൂട്ടത്തിലും ചിലപ്പം ഈ ഫ്ലഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളത് വീക്ക്നെസ് ഉള്ളവർക്ക് ചിലപ്പോൾ അത് ഫീൽ ചെയ്തെന്നിരിക്കാം. ആസ് എ ഫ്രണ്ട്, ആസ് എ പേരൻ്റ് ഒക്കെ ഇങ്ങനെയുള്ളവർ കാണും. അപ്പം അങ്ങനെ ആകുമ്പോൾ അവർ വിചാരിക്കരുത് എന്നെക്കുറിച്ചാണ് ഇത് പറയുന്നതെന്ന് തോന്നിക്കരുത്. കാരണം നമ്മൾ കഥാപ്രസംഗക്കാരൻ പറയല്ലേ, ഇത് ഇവിടെ ഉള്ളവരുടെ കാര്യമല്ല പറയുന്നത്, എൻ്റെ നാട്ടിലുള്ളവരുടെ കാര്യമാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ അതിന് ഇവിടെ ഇരിക്കുന്നവരുടെ കാര്യമല്ല. എനിക്ക് പരിചയമുള്ള ചിലരുടെ കാര്യങ്ങളൊക്കെ ഈ പറയുന്നത്, എൻ്റെ എക്സ്പീരിയൻസസാണ് പറയുന്നത്. റെസിസ്റ്റ് ചേഞ്ചസ്. അവർ മാറാനൊരു മനസ്സ് വേണം മനുഷ്യന്. ഇവർക്ക് മാറാൻ ഒരു മനസ്സുമില്ല. അവരെന്നും കൊന്നും ഒരുപാടെയാണ്. അവർ പഴയ ചെയ്തതിൽ നിന്നും ഒന്നിൽ നിന്നും മാറാൻ അവർ പണ്ടത്തെ കൂട്ട് തന്നെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാനാണ്. അതിൽ നിന്ന് ഒരു പടി മുന്നോട്ട് പോകാനും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിചലിക്കാനും അവർക്ക് യാതൊരു ഇഷ്ടത്തില്ല. അതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഈ ഇതാകണം, മാറാനൊരു മനസ്സുണ്ടാകണം. അല്ലെ എന്നും കൊന്നും ഒരുപാട്. ഞാൻ പണ്ടൊക്കെ ഇങ്ങനെയാണ്. ഞാൻ ഒരിക്കൽ ഒരു സ്ഥലത്ത് ട്രാൻസ്ഫർ ചെയ്ത് വന്നപ്പോൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാൻ എൻ്റെ താഴെയുള്ളവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, കഴിഞ്ഞ 25 വർഷമായിട്ട് ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്, അത് ഇത് മാറുന്നത് എങ്ങനെയാണ്, സാറ് വന്നിട്ട് എന്നത്തിനെ മാറ്റുന്നത്. അവർക്ക് മാറാനൊരു മനസ്സില്ല, ഒരു പുതുമയുണ്ടാക്കാൻ അവർക്കൊരു താല്പര്യമില്ല, ഒന്നിനും ഒരു ഇനിഷ്യേഷൻ ചെയ്യാനില്ല. പണ്ട് ചെയ്തതൊക്കെ തന്നെ ഇങ്ങനെ അങ്ങ് ചെയ്തു പോവുക, റൂട്ടീനായിട്ട് ചെയ്യുക. ഇതൊക്കെയാണ് അവരുടെ സ്വഭാവം. മനസ്സിലാകുന്നുണ്ടോ? ഉണ്ട് സാറേ. കൂടിപ്പോകുന്നുണ്ടോ? സ്പീഡ് കൂടുതലില്ല. ഇല്ല. അപ്പം അന്നേരം താങ്ക് യു. ആർക്കെങ്കിലും ഇതിൽ പറയാനുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഞാൻ അടുത്ത ഒരു ചാപ്റ്ററിലോട്ട്, പിന്നെ ഇതിൻ്റെ അകത്ത് 1-2 ഞാൻ ഈ ടെമ്പറാമെൻറ്റിൻ്റെ ഇത് എടുത്തു വെച്ചിട്ടുണ്ട്, അതിനെക്കുറിച്ച് സംസാരിക്കാം. ഉദാഹരണത്തിന് ഈ ടെമ്പറാമെൻറ്റ്, അതായത് ഈ ഫ്ലഗ്മാറ്റിക് ടെമ്പറാമെൻറ്റ് ഉള്ളതൊന്ന് പർസാറ്റിലാണ്, ഒന്ന് പൾസാറ്റിലാണ് മെയിൻ റെമഡി. അതിനെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൾസാറ്റിലേക്ക് എപ്പോഴും ചേഞ്ചാണ്. പൾസാറ്റില എപ്പോഴും ഇറിറ്റബിൾ ആയിരിക്കും. അതുപോലെ തന്നെ പൾസാറ്റിലേക്ക് എപ്പോഴും ക്രൈങ് ആണ്, എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കും. പൾസാറ്റിലയെക്കുറിച്ച് പറയുമ്പം സെപ്പിയ അങ്ങനെ തന്നെയാണ്. പിന്നെ സഡൻ ചേഞ്ചാണ്, കരഞ്ഞുകൊണ്ടിരിക്കുമ്പം ചിരിക്കും, ചിരിച്ചോണ്ടിരിക്കുമ്പം കരയും. ഞാനിങ്ങനെ ഈ ടെമ്പറാമെൻറ്റ് വെച്ചിട്ട് ഞാൻ പല കേസുകളും ട്രീറ്റ് ചെയ്തിട്ടുണ്ട്, ഈ ടെമ്പറാമെൻറ്റ് മാത്രം വെച്ചിട്ട്. അതായത് ഒരു കേസ്, എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ ചെന്നപ്പം വച്ചമ്മ എന്ത് ചെയ്യുന്നു ചോദിക്കുമ്പം പറയും, വച്ചമ്മ കിടപ്പാ, തല ഇറങ്ങി. എന്നാലും ചോദിക്കും, ഡോക്ടർമാരെ ആരും കണ്ടില്ല. കണ്ടു, മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരെ എല്ലാം കാണിച്ചു, ഇയറിന് ഇംബാലൻസാണ്. അപ്പം അന്നേരം നമ്മൾ ഈ പണ്ടൊക്കെ അവിടെ തന്നെ ജനിച്ചു വളർന്നതായതുകൊണ്ട് മുറ്റത്തെ മുന്നേക്ക് മണയില്ലെന്ന് പറയുന്ന മാതിരി നമ്മുടെ സ്ഥലത്തായിരിക്കും നമ്മളെക്കുറിച്ച് വലിയ, പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലും വലിയ അഭിപ്രായം കാണുകയില്ല. പിന്നെ വേറുള്ളവരൊക്കെ ഫോൺ വിളിക്കുകയും പറയുകയും മരുന്ന് മേടിക്കുകയൊക്കെ ചെല്ലുന്ന കാണുമ്പോൾ
എല്ലാവർക്കും ഒരു ആ ഇത് ഹോമിയോപ്പതിയിൽ ഏതാണ്ടൊക്കെ ഉണ്ട്, അതൊക്കെ ഏതാണ്ടൊക്കെ കൊള്ളാം എന്നുള്ളൊരു തോന്നൽ കൊണ്ട് പിന്നെ നമ്മുടെ അടുത്ത് വരും. അന്നേരം ഞാൻ ചോദിച്ചു, ചിറ്റപ്പ ഞാനൊന്ന് നോക്കിയാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. അതിനെന്നാ എല്ലായിടത്തും കഴിഞ്ഞാൽ ഇനി നീ കൂടെ പിന്നെ നോക്കുന്നതിന് എന്നാ കുഴപ്പമെന്ന് ചോദിച്ചു. ഞാൻ കേസെടുത്തു. ഞാൻ എൻ്റെ അച്ഛനാണേലും ശരിയാ, ഭാര്യയാണേലും ശരിയാ, മക്കളാണേലും ശരിയാ, ഞാൻ കേസ് ഡീറ്റെയിൽസ് എടുക്കും. നമ്മുടെ ഇന്നത്തെ ഉള്ള ഏറ്റവും വലിയൊരു കുഴപ്പം എന്നാണെന്ന് വെച്ചാൽ പ്രിസ്ക്രിപ്ഷനെ അടിസ്ഥാനപ്പെടുത്തിയ ഹോമിയോപ്പതിക്കാരെല്ലാം മരുന്നെടുക്കുന്നത്. പ്രിസ്ക്രിപ്ഷൻ ഇല്ല, പേഷ്യൻറ്റിനെയാണ്. പേഷ്യൻറ്റിന് പല പല രോഗങ്ങളുമായിരിക്കും, ഒരു സിംഗിൾ ഡിസീസ് ആയിരിക്കത്തില്ല. അവരുടെ ഫിസിക്കൽ, മെൻ്റൽ, എമോഷണൽ ലെവലിൽ ശരിക്കും അനലൈസ് ചെയ്ത ആർക്കും അതിന് നേരമില്ല. ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഫൈബ്രോയിഡ് ഓഫ് യൂട്രസ് ഉണ്ട്, ഡോക്ടറെ വല്ല മരുന്നുണ്ട്, കൈൻഡ്ലി ഹെൽപ്പ് മീ. എങ്ങനെ ഹെൽപ്പ് ചെയ്യാനാ? നമുക്ക് ഫൈബ്രോയിഡിന് ഇഷ്ടം പോലെ 10-50 മരുന്നാണ് ഉള്ളത്, അത് 25 മരുന്നെങ്കിലും പോലെ മിനിമം കാണും. എങ്ങനെ സെലക്ട് ചെയ്യാനാണ്? നമുക്ക് മെൻ്റൽ, എമോഷണൽ, അതുപോലെ സെൻസേഷൻ, ലൊക്കേഷൻ, മൊഡാലിറ്റി, കോൺകോമിറ്റൻ്റ് വേണം. എന്നാലേ നമുക്ക് അത് ട്രീറ്റ് ചെയ്യാൻ ഒക്കുള്ളൂ. അപ്പം എന്നതാ ക്യാൻസറാ, എവിടാ? ബ്രസ്റ്റ് ക്യാൻസറാ. അത് ഡ്യൂറേഷൻ ഇല്ല, ഏജ് ഇല്ല. പിന്നെ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ ആണെന്ന് പറയുമ്പോൾ ഫീമെയിൽ ആണെന്ന് നമുക്ക് മനസ്സിലാവും. എല്ലാം അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമോ? ഇപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ആണെന്ന് മെയിലാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇങ്ങനെയാണ് റെഫറൻസ് വരുന്നത്. അപ്പം അന്നേരം നമ്മൾ അത് ഡീറ്റെയിൽസ് കേസ് ടേക്കിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അതിനുള്ള സമയമില്ല. എല്ലാവരും ഒരാൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്തയാളെ പറഞ്ഞു വിടാനുള്ള ധൃതിയില്ല. നമ്മൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അപ്പോയിൻമെൻറ്റ് വെച്ചിട്ട് അവരെ രണ്ടാമത് വിളിച്ചിട്ട്, ഞാനൊരു കേസെടുത്തു കഴിഞ്ഞാൽ അരമണിക്കൂർ, ചിലപ്പോൾ 1 മണിക്കൂർ, ചിലപ്പം 1.5 മണിക്കൂറൊക്കെ എത്ര സമയം ഒന്നും തിട്ടയില്ല. സോറി, ശകലം കോളുണ്ട് കേട്ടോ. എടുത്തിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ പ്രിസ്ക്രൈബ് ചെയ്യുള്ളൂ. ക്രോണിക് ഡിസീസ് അക്യൂട്ടിന് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, അന്നേരം പ്രിസ്ക്രൈബ് ചെയ്യണം. അല്ലാതെ ക്രോണിക് കേസ് ആണെങ്കിൽ വളരെ ഡീറ്റെയിൽസ് ആയിട്ട് സ്റ്റഡി ചെയ്ത്, കമ്പാരിറ്റീവ് സ്റ്റഡിയൊക്കെ ചെയ്ത്, പറ്റുമെങ്കിൽ റെപ്പർട്ടൈസേഷനൊക്കെ ചെയ്ത്, കമ്പാരിറ്റീവ് സ്റ്റഡിയൊക്കെ ചെയ്ത്, ഈ ടെമ്പറാമെൻറ്റും വിന്യാസവും കോൺസ്റ്റിറ്റ്യൂഷനും ഒക്കെ നോക്കി മാത്രമേ വരുള്ളൂ. അങ്ങനെയാണെങ്കിൽ സിംഗിൾ റെമഡി ഞാൻ കൊടുക്കുള്ളൂ. അല്ലാതെയും കൊടുക്കാറുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ ഒരു പുസ്തകം ഇറക്കുന്നുണ്ട്, അതിൻ്റെ അകത്തെല്ലാം കൂടുതലും സിംഗിൾ റെമഡിയാണ് കൊടുത്തിട്ടുള്ള കേസുകളെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സിംഗിൾ റെമഡി, മിനിമം ഹോമിയോപ്പതി പ്രിസ്ക്രിപ്ഷൻ്റെ ഇത് റൂൾസ് അനുസരിച്ചിട്ടുള്ളത് മാത്രം അത് ഇൻക്ലൂഡ് ചെയ്തു. അല്ലാതെയും കൊടുക്കും ഇപ്പം. കാരണം എന്നാണെന്ന് വെച്ചാൽ ചിലപ്പോൾ പാലിയേഷൻ വേണ്ടി വരും, ചിലപ്പം ചില സന്ദർഭങ്ങളിൽ ഇമ്മീഡിയറ്റ് റിലീഫിന് വേണ്ടി പാലിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും, ചെയ്യാറുണ്ട്. മരുന്നുകൾ വേറെ പലതും കൊടുക്കാറുണ്ട്, ഇൻ്റർ കറൻറ്റ് കൊടുക്കാറുണ്ട്, അക്യൂട്ട് കൊടുക്കാറുണ്ട്, ചിലപ്പം ബയോകെമിക്ക് കൊടുക്കും, ചിലപ്പം വലിയ അത്യാവശ്യ ഘട്ടങ്ങളിൽ മദർ ടിഞ്ചറും കൊടുക്കാറുണ്ട്. പക്ഷേ സിംഗിൾ റെമഡി എനിക്ക് കിട്ടിയാൽ ആ സിംഗിൾ റെമഡിയാണ്. ഇപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഇപ്പം പൾസാറ്റിലായെ കുറിച്ചാണ്. ഈ കേസ് എടുത്തു വന്നപ്പം ഞാൻ ചോദിച്ചു, കൊച്ചമ്മയ്ക്ക് വല്ല മനപ്രയാസം വല്ലതും ഉണ്ടോ? അന്നേരത്തിനും പൊട്ടി അങ്ങ് കരഞ്ഞു, അങ്ങ് കുടുകുടാന്ന് കണ്ണിക്കൂടെ അങ്ങ് വെള്ളം വന്നു. അപ്പം അന്നേരം ഞാൻ ചോദിച്ചു, അന്നേരം പുള്ളിയുടെ ഹസ്ബൻഡ് ഒരു ചില തമാശക്കാരൻ, പുള്ളി ചോദിച്ചു, എൻ്റെ കൂടെ താമസിച്ചാൽ പിന്നെ കരയാതെ എന്നാ, സങ്കടമല്ലാതെ എന്നാ വരുന്നു? ഉടനെ തമാശ 1-2 പറഞ്ഞ ഉടനെ പൊട്ടിച്ചിരിച്ചു. ഞാൻ ഒന്നും നോക്കിയില്ല, അവിടെ കൊണ്ട് കേസ്റ്റിക്ക് പേരിൻ്റെ ബാക്കിയും കൂടെ നിർത്തി, പൾസാറ്റില 0/3 കൊടുത്തു. അവരുടെ തലകറക്കം അങ്ങനെ അങ്ങ് പോയി. ഏതാ? ഇയർ ബാലൻസാ. അന്നേരം നമ്മുടെ സിംറ്റംസ് കറക്റ്റ് ആണെങ്കിൽ ഡിസീസ് ഏതാണെന്ന് നോക്കണ്ട. ഞാൻ ഈ ചില മരുന്നിനെയൊന്നും ഞാൻ അധികം ശ്രദ്ധിച്ചിട്ടില്ല. ഉദാഹരണം കോസ്റ്റിക്കം, ഫോസ്ഫറസ്, അങ്ങനെ പല പല മരുന്നിനെയും ഒരുമാതിരി തഴഞ്ഞിട്ട മാതിരി വീട്ടിലൊക്കെ ചിലരെയൊക്കെ തഴഞ്ഞിടുക എങ്ങനെയാണ്. പക്ഷേ ഈ നമ്മുടെ ഓരോ മരുന്നിനും അതിൻ്റേതായിട്ടുള്ള സ്ഥലത്ത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ സെലക്ട് ചെയ്തിട്ട് ഫിസിക്കൽ, മെൻ്റൽ, എമോഷൻ ലെവലിൽ കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് കറക്റ്റ് പൊട്ടൻസി, കറക്റ്റ് റെപ്പറ്റീഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും എത്ര ക്രോണിക് ഡിസീസ് ആണെങ്കിലും 100% കുറഞ്ഞില്ലെങ്കിലും 90-95% വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും, ഏത് എത്ര വലിയ ഡിസീസ് ആണെങ്കിലും. പിന്നെ ടെർമിനൽ കേസൊന്നും പറ്റിയത്, ഇപ്പം ക്യാൻസർ ലാസ്റ്റ് സ്റ്റേജ് വന്നു, അല്ലെ ഡയബറ്റീസ് ലാസ്റ്റ് സ്റ്റേജ് ഒക്കെ വന്നാൽ നമുക്ക് കൺട്രോൾ ചെയ്ത്
ലൈഫ് ക്യാൻ ബി എക്സ്റ്റെൻഡഡ്, സബർനെസ് ക്യാൻ ബി റെഡ്യൂസ്ഡ്. അത് തന്നെ ഒരു വലിയ കാര്യമല്ലേ. അവർക്കും ഇതൊക്കെ പറ്റുള്ളൂ. അവരിതൊന്നും പറയല്ല. നമുക്ക് പേടിയാണ്. ഒരു ടെർമിനൽ കേസ് എടുത്തു കഴിഞ്ഞാൽ, എൻ്റെ ക്ലിനിക്കിൽ ഇരുന്നും ചത്തുപോയെങ്കിൽ എന്നായി, എൻ്റെ ചികിത്സയാണെന്ന് 10 പേര് പറഞ്ഞാൽ എന്നാ ചെയ്യും. ഞാൻ അങ്ങനെയുള്ള കേസുകൾ കൂടുതലെടുക്കും. ഇഷ്ടമാണ്. കാരണം വേറെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയല്ല. ആരും അവർ മരിക്കാൻ പോവാ. പിന്നെ നമുക്കല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഈയിടെ എനിക്കൊരു ക്യാൻസർ കേസ് കിട്ടി. അവർ എങ്ങും പോയില്ല. ആയുർവേദമോ വേറെ ഏതാണ്ടോ യുനാനിയോ സിദ്ധയോ ഒക്കെ ചെയ്താ. അവരാരും കുറ്റപ്പെടുത്തി പറയല്ല. അവർ പോകാഞ്ഞതാ. ഏതായാലും 6-7 വയസ്സ് മുലയൊക്കെ അങ്ങ് പൊഴിഞ്ഞു പോയി. അവർക്ക് ഉറക്കമില്ല, ആഹാരം കഴിക്കുന്നില്ല, എന്തും തൊലിയായി. വെറും ഇച്ചിരി പാലോ പഴോ ഏതാണ്ടൊക്കെ മാത്രം കഴിക്കാറുള്ളൂ. ഒരു മുട്ടയും തിന്നും വല്ലപ്പോഴും. ഇത്രയുള്ള അവരുടെ ആഹാരം. കല്യാണം കഴിച്ചിട്ടില്ല, മക്കളില്ല, ആരുമില്ല. ഏതായാലും ഉറക്കമില്ല. ദിവസങ്ങളായിട്ടും മാസങ്ങളായിട്ടും ഉറക്കം വരെ ഇല്ലാത്ത ഒരാൾ. ഭയങ്കര ക്ഷീണിച്ചു. ഉറക്കമില്ല, ക്ഷീണം, വേദന കൊണ്ട് സഹിക്കാൻ പറ്റും. ഞാൻ ആഴ്സനിക് ആൽബ് 0/3 റിപ്പീറ്റഡ് ചെയ്തു. അന്നത്തെ രാത്രി തന്നെ ഉറങ്ങി. 1 മണിക്കൂറൊന്നുമില്ല, 12 മണിക്കൂറാണ് ഉറങ്ങി. പിറ്റേ ദിവസം ഉടനെ ആഹാരം കഴിക്കാതെ തന്നെ ആൾ എഴുന്നേറ്റ് ആഹാരം കഴിച്ചു. അത്ര വണ്ടർഫുള്ളും അത്ര ഇമ്മീഡിയറ്റ് റിസൾട്ടുമാണ് നമ്മുടെ മെഡിസിൻ. അതൊക്കെ എന്ന് പറഞ്ഞാൽ അവരെ രക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്ക് ഗ്യാരണ്ടി ഒന്നുമില്ല. എന്നാലും ഒരു റിലീഫ് കൊടുക്കാനും അതുപോലെ തന്നെ ഒരു പരിധി വരെ അവർക്കൊരാശ്വാസം കൊടുക്കാനും നമ്മുടെ ഹോമിയോപ്പതി മരുന്നിന് സാധിക്കും എന്നുള്ളത് തീർച്ചയാണ്. ഇതുപോലെയുള്ള ടെർമിനൽ കേസ് ഇപ്പം പടസാറ്റിലാണ് പറഞ്ഞു വന്നത്. ഇപ്പം അന്നേരം അതിൻ്റെ അകത്തോട്ട് പോയതേ ഉള്ളൂ കേസ് ടേക്കിങ്. അന്നേരം ഇത് വെച്ചിട്ട് ഞാൻ ഒരുപാട് ഈ പടസാറ്റിലായുടെ ഈ പ്ലതോറിക് ടെമ്പറാമെൻ്റ് വെച്ചിട്ട് ഈ ഇമ്മീഡിയറ്റ്ലി ക്രൈങ് ആൻഡ് ലാഫിങ് ഓൾട്ടർനേറ്റ് ഇത് വെച്ചിട്ട് പല പ്രിസ്ക്രിപ്ഷനും ചെയ്തിട്ടുണ്ട്. ഒരു കേസ് ഒരു അപ്പൻഡിസൈറ്റിസാണ്. ഒരു 35 വയസ്സുള്ള ഒരു സ്ത്രീ അപ്പൻഡിസൈറ്റിസുമായിട്ട് വന്നു. അവർ കൊച്ചും പിള്ളേരും വന്നിട്ട് വയറ്റിൽ ഇങ്ങനെ പിടിച്ചോണ്ട് കൊച്ചു പിള്ളേർ കരയുന്നു. അന്നേരം ഭർത്താവുണ്ട്, മക്കളുണ്ട്, അമ്മായിയച്ഛനുണ്ട്, അമ്മായിയമ്മയുണ്ട് കൂടെ. അന്നേരം പിറ്റേ ദിവസത്തേന് ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിരിക്കണം. ഞാൻ പറഞ്ഞ ഏതായാലും നാളെ നേരം വെളുക്കുന്നുണ്ടും വരെ സമയമുണ്ടല്ലോ, അതുവരെ തരാൻ പറഞ്ഞു. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോഴത്തേനും അവർക്ക് വേദനയും പോയി, എല്ലാം പോയി, ചെയ്തില്ല. വേറൊരു കേസ് ഇതുപോലെ വൊമിറ്റിംഗ് ആയിട്ട്, സിവിയർ വൊമിറ്റിംഗ്. എൻ്റെ ഡ്രൈവിംഗ് ടീച്ചറിൻ്റെ മകളാണ്, 17 വയസ്സേ ഉള്ളൂ. അവൾക്ക് അപ്പൻഡിസൈറ്റിസ്. ഇതേ സിംറ്റം, അതായത് ഈ ലാഫിങ്, ടെമ്പറാമെൻറ്റ്, ഓൾട്ടർനേറ്റിംഗ് വിത്ത് ഇതെല്ലാം കൂടെ വെച്ചിട്ട്, പ്ലഗ്മാറ്റിക് ടെമ്പറാമെൻറ്റ് എല്ലാം കൂടെ വെച്ചിട്ട് കൊടുത്തപ്പോൾ പട്സാറ്റില കൊടുത്തു. അതും 0/3. പിന്നെ നാലാമതൊരു കേസ് ഈ കോളിയാലിത്യാസിസ്, അതായത് ഈ ഓൾ ബ്ലാഡർ സ്റ്റോൺ. അത് ഇതേ സിംറ്റംസ് വെച്ച് തന്നെ ഒരു പ്രഗ്നന്റ് ലേഡി ലാസ്റ്റ് ലാസ്റ്റ് സമയമായപ്പം ഓപ്പറേഷൻ ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ ചെയ്യാം, ഏതായാലും റെഫർ ചെയ്താൽ ഒരു ഗൈനക്കോളജിസ്റ്റ് തന്നെ റെഫർ ചെയ്താൽ, ഞാൻ ഹോമിയോപ്പതി ഒന്ന് ചെയ്ത് നോക്ക്, കുറയോ ഇല്ലയോ എന്നുള്ള അറിയത്തിനൊന്നും ചെയ്യുന്നതുകൊണ്ടുള്ള കുഴപ്പം. ഏതായാലും ഇതേ സിംറ്റംസ് വെച്ച് എൻ്റെ അസിസ്റ്റൻ്റ് എന്നെ പറഞ്ഞു, വല്ല കുഴപ്പം പറ്റിയ എന്നാ ചെയ്യും, ഗർഭിണിയല്ലേ. ഞാൻ പറഞ്ഞു ഒരു കുഴപ്പവും പറ്റിയല്ല, തീർച്ചയായിട്ടും കുറയുമെന്ന് പറഞ്ഞു. ഏതായാലും കംപ്ലീറ്റ് കുറഞ്ഞു. പിന്നെ ഈ ഡെലിവറിക്ക് മുമ്പ് ചെന്ന് സ്കാൻ ചെയ്ത് നോക്കിയപ്പം ഗോൾ ബ്ലാഡർ എന്ന് പറയുന്ന സ്റ്റോൺ എന്ന് പറയുന്ന ഒരു സാധനം അവിടെ ഇല്ല. ഇതൊക്കെ നമുക്ക് അത്ഭുതാപകമായിട്ടുള്ള ഇത് കിട്ടുന്ന, ഇതെല്ലാം ടെമ്പറാമെൻറ്റും ഈ ടെമ്പറാമെൻറ്റ് വെച്ചിട്ടും ഈ ലാഫിങ് ഓൾട്ടർനേറ്റ് വിത്ത് ക്രൈങ്ങും വെച്ചിട്ട് എടുത്ത ആ ഒരേ ഒരു സിംറ്റം ആണ് മെയിനായിട്ട് റെയർ അൺകോമൺ പെക്യൂലിയറായിട്ട് ബോധ്യമാകുന്ന ചില കേസുകളിലെല്ലാം. ഞാൻ ഇഷ്ടംപോലെ കേസുകൾ കുറച്ചിട്ടുണ്ട്. ഒരു ചുമ്മാ പറയുന്നതല്ല. വേണമെങ്കിൽ അവർ ജീവിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ ഫോൺ നമ്പർ തരാം. കാരണം ആരും ഇത് പബ്ലിഷ് ചെയ്യാൻ പെർമിഷൻ തരികയില്ല. എവിഡൻസ് ബേസ്ഡ് ആണല്ലോ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട. എവിഡൻസ് ഉള്ള ഒരു ചെറുപ്പക്കാരൊക്കെ ഇന്ന് ചെയ്യുന്നുണ്ട്. പക്ഷേ ചിലർ ഒളിക്യാമറ വെച്ചിട്ടായിരിക്കും, അവരുടെ പെർമിഷൻ ഇല്ലാതെ ചെയ്യരുതെന്നാണ്. അപ്പം അന്നേരം പല കേസുകളും പിന്നെ നമ്മൾ തിരിച്ചു ചോദിക്കുമ്പോൾ അവർ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ പാട്ടിന് പോകും. പിന്നെ അവർക്ക് നമ്മുടെ കേസ് ടേക്കിങ് ഫുള്ളായോ, എവിഡൻസ് ബേസ്ഡ് വേണമെന്നൊന്നും അവർ ചോദിക്കാറില്ല. അവരുടെ കാര്യം ശരിയായി കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മുടെ മുഖത്ത് നോക്കി ചിരിക്കുക പോലും ഇല്ലാത്തവർ ഒരുപാട് പേരുണ്ട്. അത് നമ്മൾ
വിചാരിക്കണം നമ്മുടെ സെൽഫ് സാറ്റിസ്ഫാക്ഷനാണ് വലുത്. നമുക്കൊരു കേസ് കുറവാക്കി കഴിയുമ്പോൾ നമുക്കൊരു സ്വന്തം ഒരു ആത്മാഭിമാനം തോന്നുമല്ലോ, എന്നെക്കൊണ്ടത് പറ്റി, ആർക്കും പറ്റാത്തതിനെ കൊണ്ട് പറ്റി എന്നുള്ള ആത്മസംതൃപ്തിയാണ് നമ്മുടെ ഏറ്റവും വലുത്. പേഷ്യൻ്റ് നമ്മളോട് താങ്ക്സ് പറയുകയോ നന്ദി പ്രകടിപ്പിക്കുകയോ ഒന്നും ചെയ്യണമെന്ന് നിർബന്ധമില്ല. അതാണ് ഞാൻ നോക്കിയിട്ട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത്. ഒരു കുറയാൻ പറ്റാത്ത ഒരു കേസ് നമ്മുടെ ഈ സിമ്പിൾ മെഡിസിൻ കൊണ്ട് കുറയ്ക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആത്മസംതൃപ്തി, അതിനോടും വലിയ ഒരു ഒരു റിവാർഡ് നമുക്ക് വേറെ ഒന്നും കിട്ടാനില്ല. എല്ലാവർക്കും ഇത് അനുഭവം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറയാതെ വരുന്ന കേസുകൾ കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അനുഭവം. പിന്നെ അതിൻ്റെ അകത്ത് പിന്നെ വരുന്നതാണ് ഈ പൾസാറ്റിലയുടെ കഴിഞ്ഞിട്ട് വരുന്നത് ഒരെണ്ണമാണ് സെപ്പിയ. അതുപോലെ കമ്പയർ ചെയ്യുമ്പം പൾസാറ്റില കമ്പയർ ചെയ്യുമ്പോൾ സെപ്പിയയുടെ ഇൻഡിഫറൻസ് ആണ് അതിൽ കൂടുതൽ, ഇറിറ്റബിലിറ്റി. അന്നേരം അതും ഒരു കേസ് ഇതിനോട് പറയാം. ഇതിൻ്റെ ടെമ്പറാമെൻ്റിൻ്റെ കൂട്ടത്തിലല്ല, നമ്മളെപ്പോഴും പൾസാറ്റിലായ ക്രൈമിനെ പറയുമ്പം പൾസാറ്റിലായും പറയുമ്പം സെപ്പിയായും നേട്രമൂറും ഇഗ്നേഷ്യ മെഡോറിനും ഒക്കെ കമ്പയർ ചെയ്യണം. ഇങ്ങനെയാണ് നമ്മൾ മെറ്റീരിയാമഡിക്ക പഠിക്കേണ്ടത്. നമുക്കൊക്കെ ഇതൊക്കെ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് വിശദമായിട്ട് ഇതുപോലെ പറഞ്ഞു തന്നിരുന്നെങ്കിൽ നമ്മുടെ പിൻഗാമികൾ, അതുപോലെ തന്നെയല്ല ഇതൊക്കെ അറിയാവുന്നവർ, ഈ വേദിയിലിരിക്കുന്ന സീനിയർമാർ ഡോക്ടർമാരോട് എനിക്കൊരു അഭിപ്രായമുണ്ട്. ഇതുപോലെയൊക്കെ ഉള്ള എക്സ്പീരിയൻസ് ഉള്ളവർ ഇതെല്ലാം ഇപ്പം പറയുന്നുണ്ട്. പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത്, അതായത് ഞാൻ പറയുന്ന ഒരു 45-50 വർഷം മുമ്പുള്ള കാലത്ത് ഒരാളോട് ചോദിച്ചാൽ പറയാം, അത് കൊടുത്തു ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വലിയ കുട്ടൻസായിട്ട് വെച്ചോണ്ടിരിക്കുക. എന്നാർക്കും വലിയ കുട്ടൻസ് ഒന്നുമില്ല. എല്ലാവരും കുട്ടൻസൊക്കെ വെളിയെ വിടാൻ തുടങ്ങി. അന്നേരം ജൂനിയർ ഡോക്ടേഴ്സിനോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഇത് അറിയാൻ മേലാത്തവർ ഈ അറിയാവുന്നവർ റെഫർ ചെയ്യണം. നമ്മൾ അലോപ്പതി ഹോസ്പിറ്റലിൽ ചെന്നാൽ ഒരു ജൂനിയർ ഡോക്ടർക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടി അയാളുടെ സീനിയറുണ്ട്. അയാളും പറ്റിയില്ലെങ്കിൽ അയാളുടെ സീനിയറിന് അടുത്തോട്ടുണ്ട്. നമ്മുടെ അവിടെ ഹനുമാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ ബുദ്ധിമാൻ ഞാനാണ്, വേറെ ആരുമില്ല. നമ്മുടെ ഒരു ചിന്താഗതി അങ്ങനെയാണ്. നമുക്ക് പറ്റിയില്ലെങ്കിൽ പിന്നെ അലോപ്പതിയിൽ നിന്ന് എവിടെ വേണേൽ പൊക്കോട്ടെ, വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോട്ട്. നമുക്കിപ്പോൾ ഇഷ്ടം പോലെ ഹോസ്പിറ്റലുണ്ട്, ഇഷ്ടം പോലെ അറിവും വിവേകവും ഉള്ള ഡോക്ടർമാർ സീനിയർ മോസ്റ്റ് ഇഷ്ടം പോലെ ഉണ്ട്. ഈ IAPH അതുപോലെ പല ഓർഗനൈസേഷനും തുടങ്ങിയതിന് ശേഷം ഇതുപോലെ ഒരുപാട് കേപ്പബിളായിട്ടുള്ള വളരെ എഫിഷ്യൻ്റായിട്ടുള്ള ഹോമിയോപ്പതി ഡോക്ടർമാരുണ്ട്. അവർക്ക് റെഫർ ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾ അവരോട് ചോദിച്ചാൽ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുകയോ ചെയ്യും. അന്നേരം നമ്മുടെ അറിവ് വർദ്ധിക്കും. ഇത് അറിവ് പറഞ്ഞു കൊടുക്കും തോറും അറിവ് ഏറിടുമെന്നാണ്. അതുപോലെ അതുകൊണ്ട് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല, നമ്മുടെ അറിവുകൾ വർദ്ധിക്കുകയുള്ളൂ പറഞ്ഞു കൊടുത്തുകൊണ്ട്. ഇപ്പം ഇത് ഞാൻ 5-10 അല്ല 15 വർഷം കൂടെ ജീവിച്ചിരുന്നെന്ന് വിചാരിച്ചു. ഇതുകൊണ്ട് ഞാൻ പോയിട്ട് ഇനി വല്ല പ്രയോജനമുണ്ടോ? ഇത് കേട്ട് ഇതേ തരത്തിൽ പ്രിസ്ക്രൈബ് ചെയ്യാൻ 10 പേരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ജീവിതം ഞാൻ കൃതാർത്ഥമായി എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ടാണ് എൻ്റെ മിഷൻ്റെ അകത്തും ഞാൻ എഴുതിയിരിക്കുന്നത്. മിഷൻ എന്ന് പറയുന്നത് പഠിക്കുക, അറിയാൻ മേലാത്ത സാധനങ്ങൾ പഠിക്കുക. പിന്നെ മിഷൻ എന്ന് പറയുന്നത് അറിയാൻ മേലാത്തവരെ പഠിപ്പിക്കുക, പറഞ്ഞു കൊടുക്കുക സംശയമുള്ളവർക്ക്. ഇതാണ് എൻ്റെ ഒരു മിഷനും വിഷനും ഒക്കെ ഇതാണ്. അപ്പം അന്നേരം പറഞ്ഞതേ ഉള്ളൂ. അന്നേരം സെപ്പിയായിക്കകത്ത് പറഞ്ഞു വന്ന ഇൻഡിഫറൻറ്റ് ലൗഡ് ബെസ്റ്റ്. വീട്ടിലുള്ളവരോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, എപ്പോഴും അവരോടൊരു ദേഷ്യമാണ്. എപ്പോഴും പണി ചെയ്ത് അങ്ങ് ഒരു പേടി, പിന്നെ ഒരു ഹെൽപ്ലെസ്നെസ്സും, ആകെപ്പാടെ ഒരു ടയേർഡാണ്, ആകെപ്പാടെ ഒരു നൈരാശ്യമാണ് ജീവിതത്തിൽ. പിന്നെ അങ്ങ് ജീവിക്കുന്നെന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ഒരു മെൻറ്റാലിറ്റിയാണ്. അതും കരയും. ഇൻഡിഫറൻസ് ആണ്. ഈ അതിൻ്റെ അകത്തും കരയാതെ ഒന്നും പറയാൻ പറ്റിയല്ല. കേസെടുക്കുമ്പം തന്നെ പേഷ്യൻ്റ് വരുന്നത് കരഞ്ഞോണ്ടാണ്. ഈ 2 കൂട്ടരും 3 കൂട്ടരും, 3 മെഡോറിനത്തിനുണ്ട്, ഇഗ്നേഷ്യായിക്കുണ്ട്, പിന്നെ പല മെഡിസിനും ഉണ്ട്. നമ്മൾ നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും പൾസാറ്റിലായിരിക്കും പിന്നെ സെപ്പിയായിക്കും നേട്രമോറിനും ഉള്ളതെന്ന് വിചാരിക്കും. പല മെഡിസിനും ഉണ്ട്. ഈ ക്രൈം ഉള്ള പല മെഡിസിൻസ് ഉണ്ട്. പിന്നെ നേട്രമോറിൻ്റെ ഇറിറ്റബിലിറ്റിയുടെ കൂട്ടത്തിൽ ഇതുണ്ട്, ഹിസ്റ്റീരിക്കൽ കണ്ടീഷൻസ് ഉണ്ട്, ബീപ്പിംഗ് ഓൾട്ടർനേറ്റ്, അതിൻ്റെ അകത്തുമുണ്ട് ഈ ബീപ്പിങ് പരിപാടി. അത് നമ്മൾ മറ്റേത് ഇതിൻ്റെ പ്രത്യേകത എന്നാണെന്ന് വെച്ചാൽ അഗ്രവേഷൻ ബൈ കൺസൾട്ടേഷൻ. നമ്മൾ സമാധാനിപ്പിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല.
പക്ഷെ പൾസാട്രായ നമ്മുടെ സമാധാനത്തെ പൾസാട്രായ്ക്ക് വളരെ ഇഷ്ടമാണ്. കുഴപ്പമൊന്നുമില്ല, ശരിയാകും. അവർക്കത് കേൾക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പൾസാട്രായുടെ വേറൊരു ഇത് അവരെ ഒന്ന് പരിശോധിക്കുന്നതും ഒരു ടച്ചിങ്ങും ഒക്കെ അവർക്ക് ഇഷ്ടമാണ്. പക്ഷേ സെപ്റ്റിയായ്ക്ക് നേരെ തിരിച്ചാണ്. അങ്ങനെയാണ് ഞാൻ ഐഡന്റിഫൈ ചെയ്യുന്നത്. എനിക്ക് ഒരു പേഷ്യൻ്റ് അടുത്ത് വന്നിരുന്ന് അടുത്ത് വന്നിരിക്കുമ്പം തന്നെ അറിയാം. ഇപ്പം ഒരു കസേര ഇരിക്കുകയാണെങ്കിൽ, ഞാൻ മെയിൽ ഡോക്ടറാണല്ലോ, എൻ്റെ കസേര എപ്പോഴും വലത്തെ സൈഡിലായിരിക്കും ഇടുന്നത്. വലത്തെ സൈഡിൽ ഇരിക്കുകയാണെങ്കിൽ പൾസ് പിടിക്കാനോ BP എടുക്കാനോ ആണെങ്കിൽ ആ കസേര കുറച്ചുകൂടെ അടുത്തോട്ടിരിക്കും. പൾസാട്ര പേഷ്യൻ്റ്, സെപ്റ്റിയ പേഷ്യൻ്റ് ആണെങ്കിൽ കുറച്ചുകൂടെ ദൂരോട്ട് മാറ്റിയിട്ടും അവരെ അറിയാതെ എങ്ങാനും നമ്മൾ അറിയാതെ എങ്ങാനും കയ്യൊന്നും എവിടെയെങ്കിലും മുട്ടിപ്പോയെങ്കിൽ അവർ കൈ നമ്മളിങ്ങനെ സൂക്ഷിച്ചു പോകും. അന്നേരം മനസ്സിലാക്കിക്കോണം അത് സെപ്റ്റിയ പേഷ്യൻ്റ്. സെപ്റ്റിയ പേഷ്യൻ്റിനെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു പേഷ്യൻ്റാണ്. അത് അല്ലെങ്കിൽ അത് പ്രശ്നങ്ങളുണ്ടാക്കും. അന്നേരം അവർക്ക് കൂടുതലും ഹിസ്റ്റീരിക്കൽ കണ്ടീഷനുണ്ട്. അവരെ നമുക്കങ്ങനെ അവർ ഹൈപ്പോകോൺട്രിയാക്കായിരിക്കും. എപ്പോഴും രോഗമുണ്ട് ഇല്ലേലും ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. പിന്നെ അവർക്ക് വേറൊരു അവരുടെ ഡ്രീംസിൽ എപ്പോഴും റോബേഴ്സ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ അവർ വീട്ടിൽ കഥകടച്ചാൽ രണ്ടാമതും ചെന്നിട്ട് കുറ്റിയിട്ടൊന്ന് നോക്കും. നോക്കിക്കഴിഞ്ഞിട്ട് അവർക്ക് വീണ്ടും വന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു സംശയം, കുറ്റിയിട്ടിട്ടുണ്ടോ, വല്ല കള്ളനും വന്നാലോ. ഇനി അഥവാ അടച്ചിരുന്നെങ്കിൽ തന്നെ അവർ വീണ്ടും കട്ടിനടിയിലും അലമാരയുടെ പുറകിലും ഒക്കെ പോയി ഒന്ന് തപ്പും. ഞാനിത് പറഞ്ഞപ്പോൾ ഒരു പേഷ്യൻറ്റിൻ്റെ കാര്യം ഓർമ്മ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, ചിലപ്പോൾ റെപ്പിറ്റീഷൻ വരാൻ സാധ്യതയുണ്ട്. പല പ്രാവശ്യവും ഞാൻ ക്ലാസ് എടുക്കുകയും വേറുള്ളവർ കേട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. ഒരു കേസിൽ ഒരു സ്ത്രീ വന്ന് കേസെടുത്തപ്പം അവർക്ക് മോളിൽ കൂടെ കള്ളം വരുന്നെന്നുള്ള പേടി ഇതുപോലെ എന്നും കയറി തപ്പിയപ്പം അവർ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് അവർ പ്രഗ്നൻ്റ് ആകുന്നില്ല. അവരുടെ ഹസ്ബൻഡ് എപ്പോഴും ഗൂഗിൾ മാമിനി ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് അവർ ഭർത്താവ് അറിയാതെ മരുന്ന് കഴിക്കാൻ പറ്റിയല്ല. അന്നേരം അവരുടെ ഒരു റിലേറ്റീവിനെ കൂട്ടി എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കേസുകൾ പൂർണ്ണമായിട്ട് എടുത്തപ്പോഴാണ് അവർക്ക് കല്യാണം കഴിച്ചിട്ട് 6-7 വർഷമായി. പക്ഷേ അവർക്ക് പിള്ളേരുണ്ടാകുന്നില്ല. പക്ഷേ അവർക്ക് കൊടുത്ത മെഡിസിൻ നാട്രമോറാണ്. ഈ സിംറ്റംസ് വെച്ചിട്ട് സെർച്ചിങ് ടു ദി ഹൗസ് ആൻഡ് ഫിയർ ഫോർ ആൻഡ് ഡ്രീംസ് ഓഫ് ദി റോബേഴ്സ് ഇതൊക്കെ കൂടെ വെച്ചിട്ട് മെഡിസിൻ കൊടുത്തപ്പോൾ നാട്രമോർ കൊടുത്തപ്പം അവർ നെക്സ്റ്റ് മെൻസസ് കഴിഞ്ഞപ്പോൾ അവർ പ്രഗ്നൻ്റായി. എന്നാൽ നമ്മുടെ ഈ മെൻ്റൽ ഡിസീസിൽ ഫിസിക്കൽ സിംറ്റംസ് വളരെയധികം കുറയും. അതുപോലെ ഫിസിക്കൽ സിംറ്റംസിൽ മെൻ്റൽ ഇമ്പോർട്ടൻറ്റും മെൻ്റൽ സിംറ്റംസിൽ ഫിസിക്കൽ സിംറ്റംസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും എനിക്ക് അനുഭവം ഉള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾക്ക് അനുഭവം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ. പിന്നെ ഈ വളരെയധികം ദേഷ്യം വന്നിട്ടുണ്ടാകുന്ന ബാഡ് എഫക്റ്റിനും നമ്മൾ സ്റ്റാഫിസാക്രിയ കൊടുക്കുമെങ്കിലും ഈ നാട്രമോറും നല്ലൊരു മെഡിസിനാണ്. പിന്നെ ഇഗ്നീഷ്യ ഉണ്ട്, പിന്നെ മെഡോറിനുണ്ട്. ഇതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പോകുന്നില്ല. ഞാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഇന്നത്തെ ആനുകാലിക പ്രശ്നമായിട്ടിരിക്കുന്ന ഒരു വൈറസ് ഉണ്ടല്ലോ, അതിനെക്കുറിച്ചൊരു ക്ലാസ് അത് വേണോ, അതോ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് ഡിസ്കഷനിലോട്ട് പോകണോ? മോഡറേറ്റർ എന്ത് പറയുന്നു? ആനുകാല പ്രശസ്തമുള്ള നമ്മുടെ വൈറസ് ഉണ്ടല്ലോ, എൻ്റെ ചേട്ടൻ ആണെന്ന് എല്ലാവരും കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് വേണമെങ്കിൽ ഒന്ന് സ്വല്പം പറയാം. പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയാം. ഉണ്ട്. ഞാൻ ഇത് കൊണ്ടുവന്നിട്ടില്ല, ഇതൊന്നും എടുത്തിട്ടില്ല. സ്ക്രീൻ ഒന്ന് ക്ലോസ് ചെയ്താല്. ഓക്കെ. ഒരു മിനിറ്റ്. പോയതേ? ഒരു മിനിറ്റ്. വൈറസിന്റെ പേരറിയാമോ? അറിയാവോ? അതെ. അന്നേരം നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോഴത്തെ ആനുകാലിക പ്രശസ്തി എല്ലാവരും പറയുന്നു, ഇവിടെ എന്നാ ചൈനയിൽ ആൾക്കാർ ചത്തു വീണുകൊണ്ടിരിക്കുകയാണ്, അവിടെ കിടത്താനിടയില്ല.
ഞാൻ അറിയാവുന്ന ഒരാളുമായിട്ട് അന്വേഷിച്ച് നോക്കിയപ്പോൾ പറഞ്ഞത് അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊന്നുമില്ല, അതൊക്കെ ചുമ്മാ ആൾക്കാർ ഉണ്ടാക്കി പറയുന്നതാണെന്ന് അറിഞ്ഞത്. ഞാൻ എടുത്തോണ്ടിരിക്കുകയാണേ, സോറി. അത് പിന്നെ അത് ഒറ്റ മിനിറ്റ്. കിട്ടി. ഹ്യൂമൻ മെറ്റാന്യൂമോണിയ വൈറസ് എന്നാണ് അതിൻ്റെ പേര്. HMPV എന്നാണ് അതിൻ്റെ പേര്. എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് തോന്നുന്നു ഇല്ലേ ഡോക്ടറെ? അറിയാമോ? അതെ, എല്ലാവർക്കും അറിയരുത് അപ്പം. എല്ലാവരും എല്ലാരും ഇപ്പം വായിക്കുന്ന ആ ന്യൂസ് വിഷയത്തിൽ എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ആ സാർ. സത്യത്തില് ചൈനയിൽ ആരും മാസ്കും ധരിക്കുന്നില്ല, അവിടെ എല്ലാവരും തുറന്ന്. ഇത് ചുമ്മാ മീഡിയ തട്ടിവിടുന്ന പരിപാടിയാണ്, എല്ലാവരും പേടിപ്പിക്കാൻ വേണ്ടിയാ. അത് ഇന്നല്ല, അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അതിൻ്റെ പറയാം. ഹ്യൂമൻ മെറ്റാ pneumonia is a continuous respiratory virus that affect people of all ages. എല്ലാവരെയും പ്രത്യേകിച്ച് കുട്ടികളെയും പ്രായമായവരെയും ഈ അസുഖങ്ങൾ ബാധിച്ച് കിടപ്പായവർക്കാണ് കൂടുതൽ ബാധിക്കുന്നത്. അവർക്ക് ഇമ്മ്യൂണിറ്റി കുറവായവർക്കാണ് അത് കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത്. അവർക്ക് വന്നാൽ ചിലപ്പോൾ മരണം തന്നെ സംഭവിക്കാം. അല്ലാതെ അത് ഇപ്പോഴും നേരത്തെ തന്നെ അത് നേരത്തെ തന്നെ ഉള്ളതാണ്. അതായത് 2001 മുതലുള്ള ഒരു വൈറസാണ്. പക്ഷേ ആൾക്കാർ വിചാരിക്കുന്ന ഇത് പുതിയതാണെന്നാണ്. സത്യത്തിൽ പുതിയതല്ല, 2001 മുതലുണ്ട്. 2001 എന്ന് പറയുമ്പോൾ എത്രയായി? ഏതാണ്ട് 24 വർഷമായി. എന്നിട്ടും ആൾക്കാർ വിചാരിച്ചിരിക്കുന്ന ഇന്ന് ഇറങ്ങിയതാണ്. ഇങ്ങനെ പലതും നമ്മൾ അറിയാൻ മേലാത്തത് അറിയുമ്പം ആരാണ്ട് പണ്ടുള്ള ഒരു ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞപ്പോൾ അയാളെ ജയിലിൽ പിടിച്ചിടുകയായിരുന്നു എന്ന് പറഞ്ഞ തൊട്ട് സത്യത്തിന് ഒരു വർഷങ്ങളോളം എടുക്കും അത് അറിഞ്ഞു വരാൻ. ഇത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു വൈറസാണ്. ഫസ്റ്റ് ഐഡന്റിഫൈഡ് 2001. ഇറ്റ് ഈസ് ക്ലോസ്ലി റിലേറ്റഡ് ടു റെസ്പിറേറ്ററി സിൻസിറ്ററി വൈറസ്, അതായത് RSV എന്ന് പറയും. HMPV, അതായത് ഈ HMPV എന്ന് പറയുന്ന വൈറസ് കോസസ് ഫ്ലൂ ലൈക്ക് സിംറ്റംസ് ആൻഡ് ക്യാൻ ലീഡ് ടു സിവിയർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ. അപ്പം അതിൽ ഒരു ജലദോഷം പോലെ അങ്ങോട്ട് തുടങ്ങിയിട്ട് പിന്നെ അത് ഉള്ളിലോട്ട് ആദ്യം ഒരു തുമ്മലും ചുമയും തലവേദനയും പനിയൊക്കെ ആയിട്ട് സാധാരണയായിട്ട് നമുക്ക് ഇപ്പം ഈ തണുപ്പ് കാലത്തൊക്കെ എല്ലാ രാജ്യങ്ങളിലും ഇതൊക്കെ ഉണ്ട്. അതായത് പ്രത്യേകിച്ച് ഈ തണുപ്പ് രാജ്യങ്ങളിലെല്ലാം ഉള്ളവർക്കെല്ലാം വരും ഇപ്പോൾ ഒരു ജലദോഷവും പനി. നമ്മുടെ അവിടെ കൂടെ പലർക്കും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കും ഈയിടെ ഒരു ചെറിയ പനിയൊക്കെ ആയിട്ടിരിക്കുക. അതിടയ്ക്ക് എനിക്ക് പറയുമ്പോൾ ഒരു ശകലം ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു, പക്ഷേ അതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പം അതാണ് അതിൻ്റെ അകത്തെ സിംറ്റം. റെസ്പിറേറ്ററി ഇൻഫെക്ഷനാണ്. സാധാരണ എന്നത് ആദ്യം വരുന്നത് ഒരു ഡിസീസ് വന്ന തലവേദന നമുക്കുണ്ടാകും, ബോഡി പെയിൻ ഉണ്ടാകാം, പനിയുണ്ടാകാം, പിന്നെ തൊണ്ടയ്ക്ക് ഒരു കിരിയിരിപ്പുണ്ടാകാം, പിന്നെ ചുമയുണ്ടാകാം, പിന്നെ ഉണ്ടാകുന്നതന്നെ ഒരു നേസൽ മൂക്കടപ്പും, ചിലപ്പം മൂക്കിൽ പലതരത്തിൽ വരാം, അടച്ചിട്ട് വരാം, ചിലപ്പം നേസൽ ഡിസ്ചാർജ് വരാം. അതുപോലെ ശ്വാസമുട്ടലും വീസിങ്ങും ഒക്കെ അതിൻ്റെ കൂട്ടത്തിൽ വരാം. അത് അവസാനം സിവിയർ കേസസിൽ അത് ന്യൂമോണിയ ആയിട്ട് മാറാം, ബ്രോങ്കോന്യൂമോണിയ ആയിട്ട് മാറാനുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. അതുകൊണ്ട് കുട്ടികൾക്ക്, പ്രായമായവർക്ക്, അതുപോലെ തന്നെ ബെഡ്റിഡനായിട്ടുള്ളവർക്ക് ഒക്കെ ശ്രദ്ധിക്കുക. അതായത് ക്യാൻസർ, അതുപോലെ ഡയബറ്റീസ്, അതുപോലെയുള്ള ക്രോണിക് ഡിസീസ്, ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉള്ളവർക്ക് കുറച്ച് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് 70 വയസ്സിന് മേലെ ഉള്ളവർക്ക് വന്നാൽ ഇത് വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ചിലപ്പം ഡെങ്കി ഇൻഫെക്ഷനൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഏതെങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്? അതെങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ചുമയ്ക്കുമ്പം നമ്മൾ സാധാരണ ചുമയ്ക്കുമ്പോൾ ഇങ്ങനെ റവൽ പൊട്ടും ഇങ്ങനെ വെക്കും, ഇങ്ങനെ ചുമയ്ക്കാവുള്ളൂ, ഇങ്ങനെ ചുമയ്ക്കാവുള്ളൂ. അതുപോലെ നമ്മൾ ഡോറൊക്കെ ചെന്ന് പിടിക്കുകയാണെങ്കിൽ, ഇത് തുറക്കുകയാണെങ്കിൽ ഇങ്ങനെ കൈകൊണ്ട് പിടിക്കരുത്. കയ്യെ കൂടെ ഇത് സ്പ്രെഡ് ചെയ്യുന്നത്, കയ്യെ കൂടെ ഇൻഫെക്ഷൻ വന്നിട്ടാണ് സ്പ്രെഡ് ചെയ്യുന്നത്. അതുപോലെ ചുമയ്ക്കുന്ന ഇങ്ങനെ ചുമയ്ക്കാവുള്ളൂ, തുമ്മാണെങ്കിൽ ഇങ്ങനെ തുമ്മാവുള്ളൂ.
നമ്മൾ സാധാരണ എങ്ങനെയാണ് റബ്ബർ കൊണ്ട് കൊളുത്തിപ്പിടിക്കും, അതിൻ്റെ ചുമ്മാ അങ്ങോട്ട് ഓപ്പൺ സ്പേസ്, അതുകൊണ്ടാണ് സ്പ്രെഡ് ചെയ്യുന്നത്. പിന്നെ ടച്ചിങ് കണ്ടാമിനേറ്റഡ് സർഫസസ് ആൻഡ് ദെൻ ടച്ചിങ് ദി ഐസ്, നോസ് ആൻഡ് മൗത്ത്. നമ്മൾ ഒരിക്കലും മുഖവും ശരീരവും ഒക്കെ ചൊറിയാത്തവരാരുമില്ല. മൂക്കോ കണ്ണോ ഒക്കെ ചൊറിയത്തിൽ വരുമ്പം എൻ്റെ വായി കൈയിടുക, പിള്ളേരൊക്കെ ആണെങ്കിൽ വായി കൈയിടുക. അങ്ങനെയാണ് ഇത് കൂടുതൽ സ്പ്രെഡ് ചെയ്യുന്നത്. പിന്നെ ഈ സ്പ്രെഡ് ചെയ്യുന്ന പബ്ലിക് സ്ഥലത്ത് പോയാൽ പബ്ലിക് സ്പേസിലൊന്നും കൂടുതൽ ടച്ച് ചെയ്താൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഉടനെ അവിടെ എല്ലാം സാനിറ്റൈസർ ചെയ്യുന്നു. അങ്ങനെയാണ് അലോപ്പതി പറഞ്ഞത്. നമുക്കത് നമ്മുടെ അടുത്തിൽ അങ്ങനെയൊന്നും പറയുന്നില്ല. കാരണം നമുക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ ഈവൻ വൈറസിനെ തന്നെ സ്വാളോ ചെയ്താലും കുഴപ്പമൊന്നുമില്ലെന്നാണ് നമ്മുടെ തിയറി. ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ ഇടയ്ക്ക്. അപ്പം പലരും ഇത് കേൾക്കുന്നതല്ലേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ. നമ്മുടെ തിയറിയിൽ അങ്ങനെയാണ്. പിന്നെ വരുന്നത് ക്ലോസ് പേഴ്സണൽ കോണ്ടാക്ട്. ഇത് വന്നയാളെ ഐസൊലേറ്റ് ചെയ്യുക തന്നെയാണ് നല്ലത്. പിന്നെ ഇമ്മ്യൂണിറ്റി ഉള്ളവർക്ക് ഐസൊലേറ്റ് ചെയ്യുന്നതിനും വലുതായിട്ട് വരികയില്ല. അതായത് ഞാൻ കോവിഡ് കാലത്ത് ഞങ്ങളുടെ വീട്ടിൽ വീട് ഷിഫ്റ്റ് ചെയ്യുമായിരുന്നു. ഷിഫ്റ്റ് ചെയ്തപ്പം ഞാനും വൈഫും പോകുന്നില്ല, ആ വീട്ടിൽ തന്നെ താമസിച്ചു. കാരണം വേറുള്ളവരുമായിട്ട് കോണ്ടാക്ട് വേണ്ടെന്നാണ്. പക്ഷേ ഞങ്ങൾക്ക് ഏറ്റവും ആദ്യം വന്ന് ഞങ്ങൾക്ക് രണ്ടുപേരും വീട്ടിൽ ആരും വരാതെ ഒരു മുറിക്കകത്ത് തന്നെ ഞാൻ ഇരിക്കുക. വൈഫ് മാത്രം വെളിയിൽ പോയി. പക്ഷെ വൈഫിന് പോകാതിരിക്കാൻ പറ്റില്ല, എന്നെ സാധനം മേടിച്ചോണ്ടും വരണ്ടേ. ഏതായാലും വൈഫ് കൊണ്ടുവന്നു, എനിക്കും കിട്ടി, ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും. 2 പ്രാവശ്യം വന്നില്ല, 2-3 പ്രാവശ്യം വന്നു. പക്ഷേ ആദ്യം വന്നപ്പം ഇച്ചിരി ഓക്സിജനൊക്കെ കുറഞ്ഞു പോയി. രണ്ടാമത് വന്നപ്പം അത് ഞാൻ വെറും ഒറ്റ ഡോസ് ജെൽസീമിയത്തെ തന്നെ എൻ്റെ പറഞ്ഞു. ഒറ്റ ഡോസ് ജെൽസീമിയത്തിൻ്റെ ടൗസിനസ്, ഡണ്ണസ്, ഡിസിനസ് എല്ലാം വെച്ചിട്ട് ട്രംബ്ലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഒറ്റ ഡോസ് മാത്രമേ കഴിച്ചു. പിന്നെ ഞാൻ 0/3 കഴിച്ചത്. ഒറ്റ ഡോസ് ഡിവൈഡഡ് ഡോസ് കഴിച്ചതേ ഉള്ളൂ. കംപ്ലീറ്റ് കുറയും. ഞാൻ പിന്നെ എങ്ങും പോയില്ല, ഒരിടത്തും പോയില്ല. രണ്ടാമോ മൂന്നാമതോ വന്ന് കാണുമോ എന്ന് അറിയത്തില്ല. അതുപോലും ടെസ്റ്റും ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. പിന്നെ വരുമ്പം മരുന്ന് കഴിക്കും. വീട്ടിലുള്ള വേറെ ആരും പോയില്ല. മോൻ ഇച്ചിരി കൂടിപ്പോയി. ബാക്കിയുള്ള പിള്ളേർക്കും ഒക്കെ ഈ മരുന്ന് തന്നെ കൊടുത്തു, ഒരു കുഴപ്പമില്ല. അവരൊക്കെ 2-3 ദിവസം കൊണ്ടെല്ലാം റിലീഫായി. കുറഞ്ഞത് ഞാനൊരു 1500 പേരെങ്കിലും വളരെ സീരിയസ് ആയിട്ടുള്ള കേസുകൾ, ഇന്നൊന്നും കേരളത്തിൽ പെർമിഷൻ ഇല്ലല്ലോ, ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞ് ഓൾ ഓവർ ഇന്ത്യൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഒരാൾ മാത്രം മരിച്ചുപോയി. അയാൾ 4th സ്റ്റേജ് ക്യാൻസർ ആയിരുന്നു. അത് ഞാൻ പറഞ്ഞു കുറയല്ലെന്ന് പറഞ്ഞു. ഏതായാലും അത് ലക്ഷോർ ഹോസ്പിറ്റലിൽ പോയി മരിച്ചുപോയി. ബാക്കി ഒറ്റ കേസ് പോലും ഫെയിലിയർ ആയില്ല. ആ ഒരു കേസ് നമ്മൾ സമ്മതിക്കേണ്ട, തെറ്റായിട്ടും കുറഞ്ഞില്ലെന്നും സമ്മതിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഹൗ ടു പ്രിവെൻറ്റ്, വാഷ് ഹാൻഡ്സ്. നമ്മുടെ പഴയതുപോലെ തന്നെ വീണ്ടും സാനിറ്റൈസറൊക്കെ എല്ലാവരും മേടിച്ചു വെച്ചോ ചുമ്മാ. ഇനി ഇല്ലെങ്കിലും കൈയൊന്നും കഴിയുകൊണ്ട് വെട്ടൊന്നുമില്ല. കാരണം നമ്മൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കൈ ഇങ്ങനെ തൊഴുക. ഇപ്പം അങ്ങനെയുള്ള കൈ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക, കെട്ടിപ്പിടിക്കുക. ഈ ജപ്പാനിലൊക്കെ ഇങ്ങനെ തലകുനിക്കത്തേ ഉള്ളൂ. ഓരോ രാജ്യത്ത് ഓരോ തരം. നമ്മൾ ഈ വെസ്റ്റേൺ സ്റ്റൈൽ കണ്ട് നമ്മളെല്ലാം കെട്ടിപ്പിടിക്കുകയും കൈ കൊടുക്കുകയും ഒക്കെ ചെയ്യാൻ തുടങ്ങിയ പിന്നെ നമുക്ക് രോഗങ്ങളൊക്കെ പെട്ടെന്ന്. യൂസ് ഹാൻഡ് സാനിറ്റൈസ്. എപ്പോഴും കഴിയുന്നിടത്തോളം ഒരു സോപ്പിൻ്റെ ഒരു സാനിറ്റൈസർ എപ്പോഴും നമ്മൾ കൈ കഴുകുന്നിടത്ത് വെക്കുക. വെളിയിൽ നിന്ന് വരുന്നിടത്തും വന്നു കഴിഞ്ഞാൽ കൈ കഴിച്ചിട്ട്. ഇതിനല്ല ഏത് രോഗങ്ങളും വരുന്നത്. അപ്പോൾ ഇമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ നമ്മുടെ സിസ്റ്റം അനുസരിച്ചിട്ട് ഞാൻ വലുതായിട്ട് കൈ കഴുകും എന്ന് വിചാരിച്ച് ഈ വലിയ എക്സ്ട്രാ കോൺഷ്യസ് അല്ല. എൻ്റെ മകനും മരുമകളും ഒക്കെ ENT സർജനാണ്. പിള്ളേർ എവിടെയെങ്കിലും ഒന്ന് തൊട്ടുപോയാൽ ഉടനെ പോയി കഴുകിയിട്ട് വരും. വീണ്ടും എവിടെയെങ്കിലും ഒന്ന് മുട്ടിപ്പോയെങ്കിൽ അങ്ങനെയൊന്നും വൈറസൊന്നും കയറത്തൊന്നും ഉണ്ടെന്ന് എനിക്ക് വിശ്വാസമില്ല. ഒന്ന് ടച്ച് ചെയ്താൽ ഉടനെ ഇത് അങ്ങോട്ട് കയറി ചാടി പിടിക്കുകയുള്ളൂ. കാരണം എന്നാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചിക്കൻ ബോക്സ് ഒക്കെ വരാത്തവരും ചിക്കൻ ബോക്സിൻ്റെ വീട്ടിൽ ചെന്നിട്ട് അവരെ കാണാൻ പോയ അവർ കഴിച്ച ശ്വാസം കഴിച്ച ആ മുറിയിൽ തന്നെ ശ്വാസം അവിടുന്ന് വെള്ളം കുടിച്ചെങ്കിൽ ആ വെള്ളം കുടിച്ചു. പക്ഷേ അതിൽ ഏതാനും ചിലർക്ക് വരും, അതിന് ചിലർക്ക് ഒന്നും വരികയില്ല. അതിനാ വരാത്ത. എല്ലാവർക്കും വരണ്ടേ? എല്ലാവരും കുടിച്ച വെള്ളം ഒന്നല്ലേ, എല്ലാവരും ശ്വസിച്ച വായു ഒന്നല്ലേ, പിന്നെ എന്തുകൊണ്ട് വരുന്നില്ല? സമയമെങ്കിൽ പറഞ്ഞോണേ, ഞാനിങ്ങനെ അങ്ങ് പറഞ്ഞോണ്ടങ്ങ് പോകും. അന്നേരം ഈ ഇതല്ല കാരണം. നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം ശരിയാണെങ്കിൽ വൈറസിനെ എന്ന് പറഞ്ഞാൽ ഞാൻ അത് സമ്മതിക്കുന്നില്ല. അതായത് നമ്മുടെ ജേക്കബ് വടക്കാഞ്ചേരി
പറയും എന്നാ വേണേ ചെയ്തു ഒരു കുഴപ്പമില്ലെന്ന് പറയും. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാലും ഞാൻ എൻ്റെ ഒരു മീഡിയത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. കുറച്ചൊക്കെ ശ്രദ്ധിക്കണം എന്ന് വിചാരിച്ചാൽ എല്ലാം അതുപോലെ ചെയ്യണമെന്നില്ല. വിയർ എ മാസ്ക് ഇഫ് യു ആർ സിക്ക്. വേറുള്ളവർക്ക് വരാതിരിക്കാൻ, നമുക്ക് കിട്ടാതിരിക്കാനല്ല, വേറുള്ളവർക്ക് വരാതിരിക്കാൻ മാസ്ക് ഉപയോഗിക്കുന്നത് നല്ലതാണ്. കഴിയുന്നതും വെളിയിലോട്ടൊന്നും ഇറങ്ങാതിരിക്കുക. പബ്ലിക് ലൈഫൊക്കെ അവോയ്ഡ് ചെയ്യുക. അവോയ്ഡ് ടച്ചിങ് ദി ഫേസ് വിത്ത് അൺവാഷ്ഡ് ഹാൻഡ്സ്. കൈ കഴുകാതെ മുഖത്തൊന്നും പിടിക്കുകയോ ഇതൊന്നും ചെയ്തത് അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. എൻ്റെ അല്ലിത്. കീപ് ഇൻഫൻസ് ആൻഡ് എൽഡർലി എവേ ഫ്രം സിക്ക് ഇൻഡിവിജ്വൽസ്. അതുപോലെ കുട്ടികളെയും അതുപോലെ പ്രായം ചെന്നവരെയും രോഗികളായിട്ടുള്ളവർ ചില, അതായത് ഡയബറ്റീസോ അതുപോലെയുള്ള പ്രായം ചെന്ന് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളുണ്ട്, ഇമ്മ്യൂണിറ്റി കുറവുള്ളവരൊക്കെ ഉണ്ട്, രോഗികളെ സന്ദർശിക്കാൻ വിടാതിരിക്കുക. അതുപോലെ എല്ലാവരും ഉപയോഗിക്കുന്ന പബ്ലിക് പ്ലേസിൽ ഇപ്പം നമ്മൾ ലിഫ്റ്റൊക്കെ ആണല്ലോ ഇന്ന് ഈ സംസ്കാരം കൂടി, എല്ലാവരും ലിഫ്റ്റൊക്കെ ഉണ്ട്. പബ്ലിക്കായിട്ട് ഉപയോഗിക്കുന്ന ലിഫ്റ്റ് പ്ലേസിൽ പോയാൽ നമ്മൾ കഴിയുന്നതും ആ സൈഡിലൊക്കെ ടച്ച് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ അഥവാ ടച്ച് ചെയ്താൽ വീട്ടിൽ വന്ന് കഴുകുക. അതൊക്കെയാണ് ഇതുണ്ടോ. പിന്നെ ഇനി അടുത്തത് വാക്സിനേഷൻ ഒന്നും സക്സസ്ഫുൾ അല്ല. ഒരു വാക്സിനേഷനും ഇത് നിയന്ത്രിക്കാൻ പറ്റിയല്ല. പിന്നെ ഇതൊക്കെ ഒരു പേടിയുള്ളവർക്ക് ഇമ്മ്യൂണിറ്റി കുറയും, അന്നേരം അവർക്ക് കൂടുതൽ വരും. ആൻറ്റിബയോട്ടിക്സിലൊന്നും അവൈലബിൾ അല്ല, ഇതിന് പ്രയോജനമല്ല. ഒരു ആൻറ്റിബയോട്ടിക്കും പ്രയോജനമല്ല. അതിന് നമ്മൾ തന്നെ സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റാണ് ഏറ്റവും ബെസ്റ്റ്. അവരും അത് തന്നെയാണ് കൊടുക്കുന്നത്. അവർക്ക് തലവേദനയുണ്ട് തലവേദനയ്ക്ക് മരുന്ന് കൊടുക്കും, പനിയുണ്ട് പനിവേദനയ്ക്ക് കൊടുക്കും, ചുമയുണ്ട് ചുമയ്ക്ക് കൊടുക്കും. പിന്നെ കൂടുതൽ വന്നു കഴിഞ്ഞാൽ മെഡിക്കൽ കെയർ ഒരു നല്ല ഡോക്ടറെ കാണുക. ഞാൻ പറയുന്ന ഹോമിയോപ്പതി ഡോക്ടർമാരുടെ അടുത്തുള്ള വേറെടുത്ത് പറയാനൊന്നും പ്രയോജനമൊന്നുമില്ല. എല്ലാവരും അത് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. ഡ്രിങ്ക് പ്ലെൻറ്റി ഓഫ് വാട്ടർ ആൻഡ് ടേക്ക് റെസ്റ്റ്. കൂടുതൽ വെള്ളം കുടിക്കുക. ഏതൊരു ഡിസീസ് വന്നാലും അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനം റെസ്റ്റ് ഇസ് ദ ഫസ്റ്റ് മെഡിസിൻ ആൻഡ് ബെസ്റ്റ് മെഡിസിൻ. അത് കഴിഞ്ഞിട്ടുള്ള മെഡിസിനേ ഉള്ളൂ. അത് ജോലി ചെയ്ത് അല്ലെ വേറെ എന്തെങ്കിലും പിന്നെ അടുത്തത് പഥ്യം, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. സമയമുണ്ടെങ്കിൽ അതുകൂടെ കുറച്ച് കാര്യങ്ങൾ പറയാം. അതുണ്ടോ? അത് തീർന്നോ? 5 മിനിറ്റൂടെ ഉള്ളു സർ. 5 മിനിറ്റിനകം പറയാവുന്ന പറഞ്ഞു തീർക്കാം. കുഴപ്പമില്ലല്ലോ? ഇല്ല സർ. അതായത് നമ്മുടെ ലോക ആരോഗ്യ സംഘടനയുടെ സർവേയിൽ ഏറ്റവും കൂടുതൽ ആരോഗ്യം ജപ്പാൻകാർക്കാണ്. 100 വയസ്സിന് മുകളിലാണ് അവരെല്ലാം ജീവിച്ചിരിക്കുന്നത്. നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടോ എന്നറിയാം. ഇക്കിക്കായി എന്ന് പറയുന്ന അവരുടെ ഒരു പരിപാടിയുണ്ട്. അവരൊരു ദ്വീപിൻ്റെ അകത്ത് പോയി എല്ലാവരും കൂടെ പരസ്പരം താമസിക്കുകയും കെയറിങ് ആൻഡ് ഷെയറിങ് എല്ലാം ഉണ്ട്. അവരുടെ ഇതിൻ്റെ ആരോഗ്യത്തിൻ്റെ ഒരു 5-6 ലക്ഷണം കൂടെ പറഞ്ഞ് ഞാനങ്ങ് നിർത്താം. 1, എന്നും അവർ ഫിഷ് കഴിക്കും. അതായത് ഒരു 100 ഗ്രാമെങ്കിലും ഫിഷ്, നല്ല ഫിഷ് കഴിക്കും. അതിൻ്റെ അകത്ത് omega-3 എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതെപ്പോഴും രോഗപ്രതിരോധ ശക്തിക്കും ആരോഗ്യത്തിനും ഏറ്റവും നല്ലതാണ്. പിന്നെ അവരെന്നും രാവിലെ 700 തൊട്ട് 10,000 സ്റ്റെപ്പ് വരെ അവർ നടക്കും. എത്ര വയസ്സന്മാരാണേലും. നടക്കാൻ മേലാത്തവരാണെങ്കിലും ഒരു വടിയൊക്കെ കുത്തിപ്പിടിച്ച് അവർ നടക്കും. പിന്നെ എല്ലാവരും ഗ്രൂപ്പായിട്ട് നടക്കുന്നവരുണ്ട്. അവിടെ ഈ എന്നാ ഒരു സൈസ് ഡാൻസ് ഉണ്ടല്ലോ, എന്നാ സ്പായോ എന്നാ പറയുന്നത്, ഡാൻസിന്റെ പേരെന്നാ ഡോക്ടറെ? ഒരു സൈസ് ഡാൻസ് ചെയ്തിട്ടുള്ള എക്സസൈസ് കൂടെ ഉള്ള ഡാൻസ് ഉണ്ടല്ലോ, അതിന്റെ പേര് ഞാൻ മറന്നുപോയി. മറന്നോ? ഒരു ആരെങ്കിലും അറിയാവുന്നവർ പറഞ്ഞോ? കൈപൊക്കി പറഞ്ഞോ? ഒരു സൈസ് ഡാൻസ് ഉണ്ട് പെണ്ണുങ്ങൾ, സൂമ്പ ഡാൻസ്. അതെ. പിന്നെ ഗ്രീൻ ടീ എന്നും കുടിക്കുന്നത് നല്ലതാണ്. അതിൻ്റെ അകത്ത് ആൻറ്റി ഓക്സിഡൻസ് ഒരുപാടുണ്ടെന്ന് പറയുന്നത്. ഞാനിപ്പം നേരത്തെയൊക്കെ കാപ്പി കുടിച്ചുകൊണ്ടിരുന്നത്, ഞാനിപ്പം ഗ്രീൻ ടീയിലോട്ട് മാറി. പാൽ കുടിക്കില്ല, ഗ്രീൻ ടീ കുടിക്കും. എന്നും രാവിലെയും വൈകിട്ടും 2 പ്രാവശ്യം കുടിക്കും. ഇതിൻ്റെ അകത്ത് ഇത് കൊണ്ട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട്. പിന്നെ സോഷ്യൽ കോണ്ടാക്ട്, എല്ലാവരുമായിട്ടൊരു നല്ല, ഇടയ്ക്കൊക്കെ നമ്മളൊക്കെ തമ്മിൽ കാണുകയാണെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് വിളിക്കുക. ഡോക്ടറെ എങ്ങനെയുണ്ട്, സുഖമാണോ, സന്തോഷമാണോ, ഒന്ന് സുഖദുഃഖങ്ങളൊന്ന് പങ്കുവെച്ചുകൊണ്ട് ഒരു കുഴപ്പങ്ങളുമില്ല. ഷെയറിങ് ഈസ് ക്യൂറിങ് ആൻഡ് കെയറിങ് എന്നാണ് പറയുന്നത്. അത് നമ്മുടെ ഹാപ്പി ഹോർമോൺസിനെ, അത് കൂടുതൽ പറയാൻ നേരമില്ല, അതുകൊണ്ട് ഒറ്റ വാക്കി പറയുക. ഹാപ്പി ഹോർമോൺസിനെ ഒക്കെ പ്രിവെൻറ്റീവ് മെഷേഴ്സ് ഉണ്ടാക്കാം.
പിന്നെ വയറ് നിറച്ച് നമ്മൾ പണ്ടുള്ളവർ പറയും 50% ആകുമ്പോഴേ കുറയ്ക്കുക, അല്ലെങ്കിൽ 75% ബാക്കി കുറച്ച് വെള്ളം പിന്നെ കുറച്ച് സ്പേസ് വെറുതെ ഇടണം. അതുപോലെ ഒരു 75-80% സ്പേസ് വയറ് നിറച്ച് നല്ല സുഖമുള്ള ഭക്ഷണമാണെന്ന് വിചാരിച്ച് നമ്മുടെ ഓണത്തിനും വിഷുവിനും ഒക്കെ അടിച്ച് കയറ്റുന്ന മാതിരി കയറ്റരുത്. ഇച്ചിരി ലിമിറ്റ് ചെയ്യുക ആഹാരത്തിലൊക്കെ, എന്നാലും അത് വെയിറ്റ് ലോസിന് ഗുണം ചെയ്യും. പിന്നെ ഫെർമെൻറ്റഡ് ഫുഡ് നല്ലതാണെന്നാണ് പറയുന്നത്. ഫെർമെൻറ്റഡ് ഫുഡ് അത് വയറിൻ്റെ പല അസുഖങ്ങളും കുറയ്ക്കും. പിന്നെ ദിവസവും എന്നും രാവിലെയോ വൈകിട്ടോ 2 പ്രാവശ്യം ചെയ്താൽ മെഡിറ്റേഷൻ ഒരു നല്ല മെഡിസിൻ. മനസ്സിന് ശാന്തിയും സമാധാനം അതൊക്കെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ കൂടുതൽ ഡെവലപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. പിന്നെ ലേണിംഗ്, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക. നമ്മൾ ഇത് മാത്രം നമ്മുടെ എനിക്ക് ഇതെല്ലാം ആയി, എനിക്കെല്ലാം അറിയാമെന്നുള്ള ഒരു ധാരണ വെച്ചിട്ട് പുലർത്താതിരിക്കുക. എന്നും പുതിയ പുതിയ സംഗതികൾ, ന്യൂ ജനറേഷൻ ഉള്ള കാര്യങ്ങൾ പുതിയ കണ്ടുപിടിക്കുന്നത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പുതിയ ചെറുപ്പക്കാരുമായിട്ടുള്ള കൂട്ടുകൂടുക, പിള്ളേരുമായിട്ട് കളിക്കുക, വീട്ടുകാരുമായിട്ട് ഇച്ചിരി സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുക, വാല്യൂ ടൈം സ്പെൻഡ് ചെയ്യുക. ഇതൊക്കെയാണ്. പിന്നെ ഇതൊന്നും പറ്റിയില്ലെങ്കിൽ ഇഷ്ടമുള്ളവരുമായിട്ട് ഫോണിൽ കൂടെ ഇപ്പോൾ ആർക്കും വേണേൽ സംസാരിക്കാമല്ലോ. ഒരു ഹലോ പറയുക, ഹലോ ഹൗ ആർ യു എന്ന് പറയുക, ഹാപ്പിനെസ് ഷെയർ ചെയ്യുക. ഇതൊക്കെയാണ് ജീവിതത്തിൽ ഹെൽത്ത്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. രോഗം വന്നു കഴിഞ്ഞ് ചികിത്സിക്കുന്നതിനും നല്ലത് വരാതിരിക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഈ ന്യൂ ഇയറിലെ ഒരു ഹാപ്പി, ഹെൽത്തി ആൻഡ് പ്രോസ്പറസ് ന്യൂ ഇയറോടെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനോ ഉണ്ടെങ്കിൽ പറയാനുള്ള സമയം അല്ലേ? അറിയാമല്ലോ. 1 മിനിറ്റാണ് ഉള്ളത്. പക്ഷെ ലതാ മനോഹരൻ ഡോക്ടർ ആൻഡ്രൈസ് ചെയ്തിരുന്നു. അത് ചെയ്യട്ടെ. 5 മിനിറ്റ് കൂടിയോണ്ട് എല്ലാരും ഇനി കിടന്ന് ഉറങ്ങാൻ പോവല്ലേ. അല്ലാതെ ഇനി എന്തെങ്കിലും ആദ്യം പറഞ്ഞ ജപ്പാൻകാർ ആദ്യം പറഞ്ഞ ആ സെന്റൻസ് എന്നായിരുന്നു സാറേ? നടപ്പിന് മുമ്പായിട്ടുള്ളത് പറഞ്ഞില്ലേ? അത് പറഞ്ഞത് 100 ഗ്രാം ഫിഷ് എന്നും മത്സ്യം കഴിക്കുക. 100 ഗ്രാം. അതിൻ്റെ അകത്ത് omega-3 എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് എപ്പോഴും രോഗപ്രതിരോധ ശക്തി ഉണ്ടാക്കുന്നു. പിന്നെ വേറെ ഒന്നുകൂടെ ഉണ്ട്, അത് ഞാൻ മറന്നുപോയി. ഈ എന്നാ അതിൻ്റെ പേര്, ഒരിതുണ്ട്, എക്സ്ക്യൂസ് മീ, ഐ ആം സോറി, ഐ ലവ് യു. അതിൻ്റെ അത് ഒരു എന്തോ ഒരു എക്സസൈസാണ്, ഒരു ഹബേനിയൻ എക്സസൈസാണ്. അത് പറയുക. നമ്മളോട് എതിരാളികളുണ്ട് പോലും ക്ഷമിക്കുകയും അവരോട് സോറി പറയുക, എക്സ്ക്യൂസ് പറയുക, ഐ ലവ് യു എന്ന് പറയുക. എന്നാലും നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം. വേറൊരു ക്ഷമിക്കാനും സഹിക്കാനും സ്നേഹിക്കാനും നമ്മൾ പഠിക്കുക. സ്നേഹിക്കുക മാത്രം പോലെ സ്നേഹിക്കപ്പെടാനും പഠിക്കണം. അതാണ്. അത്രയും പറഞ്ഞുകൊണ്ട് ഇനി വേറെ ആർക്കെങ്കിലും പറയാനുള്ളത് പറയാം. നന്ദി മറിയാമ്മ ഡോക്ടറെ. നമസ്കാരം സാറേ. അതെ, ഡോക്ടർ എന്നും എന്റെ സെമിനാറിൽ എന്നെയും ഒന്ന് ചോദിക്കുകയോ പറയുകയോ എന്തെങ്കിലും ചെയ്യാറുള്ള. എന്ന് വല്ല ചോദ്യം ഉണ്ടോ? ഇന്നൊരു ചോദ്യം, ഒരു കേസാണ് സാറേ. ആയിക്കോട്ടെ, എനിക്കറിയാവുന്നതാണ് പറയാം. അല്ലെങ്കിൽ ഞാൻ പേഴ്സണലായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കേസ് ശരിക്ക് സ്റ്റഡി ചെയ്തിട്ടേ പറയുള്ളൂ, അല്ലാതെ പൊട്ടക്കണ്ണന്റെ മാവേലിയുടെ പോലെ ഉള്ള പരിപാടി ഇല്ല എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് പറയാം. സാറേ, പിന്നെ ഒരു പെൺകുട്ടിയാണ് എപ്പോഴും കള്ളം പറയുക, വീട്ടിൽ നിന്ന് പൈസ കട്ടെടുക്കുക, ഓബീസാണ്. പിന്നെ നല്ലൊരു കുട്ടിയാണ്, പക്ഷെ അറിയാതെയാണോ എന്താണെന്ന് അറിയത്തില്ല, വേറൊരു ലോകത്ത് പോലെയാണ് കാര്യങ്ങളെല്ലാം പറയുക. അങ്ങനെ ലവബിളാണ്. എത്ര വയസ്സുണ്ട്? 13 വയസ്സ്. എത്ര വെയിറ്റ്, ഹൈറ്റ് ഒക്കെ എത്ര വീതമുണ്ട്? ഹൈറ്റ് ഒരു എത്ര ഞാൻ ശ്രദ്ധിച്ചില്ല. വെയിറ്റ് 70 കിലോ ഉണ്ട്. വെളുത്താണോ ഇരിക്കുന്നത്? വെളുത്താണ്. സ്വെറ്റിംഗ് കൂടുതലുണ്ടോ? സ്വെറ്റിംഗ് ഉണ്ട്. വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ? കൂടെ കേൾക്കാൻ വേണ്ടി ഞാനിത് ചോദിക്കുന്നത്. എനിക്ക് മരുന്ന് കിട്ടിക്ക് ആദ്യം പറഞ്ഞപ്പോൾ തന്നെ മരുന്ന് എന്റെ മനസ്സിൽ വന്നു, എന്റെ കയ്യിൽ. എന്നാലും ഞാൻ വേറെ കൂടെ ഞാൻ എടുക്കുന്ന ഷോർട്ട് കേസ് ടേക്കിംഗ് ആണ്. നോണാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എഗ്ഗ് കൂടുതൽ കഴിക്കും.
എന്തോ പാടാൻ ഡോക്ടറെ? മുട്ട കഴിക്കുമോന്ന്? മുട്ട കഴിക്കും. കൂടുതൽ ക്രേവിംഗ് ഉണ്ടോ? ഓ, ഭയങ്കര ക്രേവിംഗ് ആണ്. എല്ലാവർക്കും മനസ്സിലായി കാണും മരുന്ന്. കാൽക്കേറിക്കാർ 0/3 അടുപ്പിച്ച് കുറച്ച് ദിവസം കൊടുക്കുക. ആ കള്ളത്തരം നിൽക്കും, ശരീരത്തിന്റെ ആ ഇത് നിൽക്കും, ആള് നല്ല സുന്ദരിയാവും. ശരി. കണ്ടിന്യൂസ് കൊടുക്കുക. എന്നിട്ട് മാറിയില്ലെങ്കിൽ എന്നെ വിളിച്ച് പറയണം. ഈസ് എ ചലഞ്ചിങ്. അതായത് നമ്മളെ ക്ലെപ്റ്റോമാനിയയുടെ നമ്പർ 1 മെഡിസിൻ കാൽക്കേറിയക്കാർവാണ്. കൺഫേം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്. മുട്ടയ്ക്ക് ക്രേവിംഗ് ഫോർ എഗ് മാക്സിമം ഉള്ള മെഡിസിൻ കാൽക്കേറിയക്കാർവാണ്. പിന്നെ ലൂക്കോപ്ലഗ്മാറ്റിക് ആണ് ആള്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് വെളുത്താണോ എന്നൊക്കെ ചോദിച്ച ഒരു കൺഫർമേഷൻ. സെറ്റിംഗും കാണും, പെർസ്പിറേഷൻ സിൻഡ്രോം കാണും. ഇതെല്ലാം കൂടെ കാണുമ്പോൾ കാൽക്കേറിയയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിസ്ക്രിപ്ഷൻ ആണ് ഫിസിക്കൽ, മെന്റൽ, എമോഷണൽ ലെവലിൽ. ഇങ്ങനെയാണ് ഞാൻ കേസ് എടുക്കുന്നത്. ഞാൻ ബുക്കിലൊന്നും നോക്കിയില്ല. എനിക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ ബുക്ക് റെഫർ ചെയ്യും. ആള് മാറും. പിന്നെ ഇച്ചിരി കൗൺസിലിംഗ് കൂടെ ചെയ്യണം. അത് എന്നെ വിളിക്കും, ഞാൻ പറയാം എങ്ങനെയാ കൗൺസിലിംഗ് ചെയ്യേണ്ടത്. താങ്ക് യു വെരി മച്ച് ഫോർ ആസ്കിംഗ് ക്വസ്റ്റ്യൻസ്. വേറെ ആരും ചോദിച്ചില്ല, ഒരാളെങ്കിലും ചോദിച്ചപ്പോ ഒരു സന്തോഷം. ഓക്കെ, താങ്ക് യു. സമയത്തുകൊണ്ടായിരിക്കും ആരും ചോദിക്കാത്തത്. ഡോക്ടർ നന്ദി കൂടെ പറയണേ സാറിന്. ഞാൻ എല്ലാവർക്കും ഒരു നന്ദി. ഇത്ര നേരം സമാധാനമായിട്ട് കേട്ടോണ്ടിരുന്നോണ്ട് എന്നെ കൂടുതൽ ചോദ്യം ചോദിച്ച് ബുദ്ധിമുട്ടിക്കാതിരുന്നതിന് ഒരു പ്രത്യേക നന്ദി. ചുമ്മാ പറഞ്ഞതാ കേട്ടോ. IFPSന്റെ പേരിലും ഇവിടെ പങ്കെടുത്ത എല്ലാ ഡോക്ടേഴ്സിന്റെ പേരിലും ഡോക്ടർക്ക് ഒത്തിരി ആരോഗ്യവും സന്തോഷവും ഈ വർഷം, നല്ല ഹാപ്പിനെസ്, സമാധാനം, നല്ല ഹെൽത്ത്, ഒത്തിരി ക്ലാസ് ഞങ്ങൾക്ക് ഇതുപോലെ വന്ന് അവതരിപ്പിക്കാനുള്ള സന്മനസ്സും സന്തോഷവും സാറിനുണ്ട്. അത് കൂടുതൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവരുടെയും പേരിൽ ഞാൻ ഡോക്ടറോട് നന്ദിയും നമസ്കാരവും ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിക്കുന്നു. നമസ്കാരം. ഞാൻ ഇതിലൂടെ പ്രിപ്പയർ ചെയ്തോണ്ടാ വന്ന കുറച്ച് മെഡിസിനോടൊക്കെ, പക്ഷേ അത് പറയാനുള്ള നേരം കിട്ടിയില്ല. ഇനി എപ്പോഴും ഉടനെ തന്നെ സാർ വരണം. പതിയെ വരാം. വേറുള്ളവർക്ക് കൂടെ അവസരം കൊടുക്കും, നമ്മൾ മാത്രമല്ലല്ലോ. ഏതായാലും സാറേ ലതാമന ഡോക്ടർക്ക് നന്ദി. അതുപോലെ ഇന്നത്തെ ഈ ക്ലാസ് പതിവ് പോലെ നല്ല അറിവ് തരുന്നൊരു ക്ലാസ്സാണ് സാറ് നമുക്ക് തന്നത്. സാറിനെ പോലെ ഇത്രയും നല്ല വിഷനുമുള്ള ഒരു ഒരു ഗുരുവിനെ പോലെ നമുക്ക് കാണാം. അങ്ങനെ ഒരു സാറിനെ നമുക്ക് ലഭിച്ചത് തന്നെ ഭാഗ്യമാണ്. എന്തായാലും ഇന്നത്തെ ക്ലാസ്സിന് സാറിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. വീണ്ടും സാറ് മടുപ്പാന്ന് ചിന്തിക്കരുത്. സാറ് വന്ന് വീണ്ടും ക്ലാസ് എടുത്ത് തരണം. ഞങ്ങൾക്ക് നല്ല പോയിന്റുകൾ ഞങ്ങൾക്ക് കിട്ടുന്നതിനും ഞങ്ങളുടെ പ്രാക്ടീസ് കൂടുതൽ ഉന്നതിയിലേക്ക് കൊണ്ടുവരുന്നതിനും സാറിന്റെ ക്ലാസ്സുകൾ പ്രയോജനപ്പെടുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ 1592 പ്രതിദിന സൂം വെബിനാർ വളരെ ഭംഗിയായിട്ട് നടത്തിയ സാറിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കട്ടെ. ഇവിടെ 1592 വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.